ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. സദ്വേഷണം 2000 കാലഘട്ടത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ടീം ഒന്നിച്ചഭിനയിച്ച സൂപ്പർ ഹിറ്റായി മാറിയ നരസിംഹം എന്ന് പറയുന്ന ആ സിനിമയിലെ, അതായത് തിയേറ്ററുകളിലെ ഒരുപാട് ഹരഘോഷവും പുളകം കൊള്ളിച്ച ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു രംഗം, ആ രംഗത്തിൽ മമ്മൂട്ടി കോടതി മുറിയിൽ നിന്ന് പറയുന്ന ഒരു വാക്കുകളുണ്ട്. ആ വാക്കുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കേൾപ്പിക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബാക്കി പറയാം. PW2 ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കഴിഞ്ഞു. പവിത്രൻ, അതായത് നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരമാണ് ആ ഗ്ലൗസ് അവിടെ കൊണ്ടിട്ടതെന്ന്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-abiding citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all. കേട്ടില്ലേ? ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്രയുള്ളൂ, ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചത്രയുള്ളൂ. സൂര്യൻ ഗ്രഹണം ബാധിച്ചാലും ആ കറുത്ത മറനീക്കി പുറത്തു വരും. അതുപോലെയാണ് സത്യം. വളച്ചൊടിക്കാൻ, മൂടി വെക്കാം, പക്ഷേ ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് ഇന്ന് ശാന്തിയിൽ നടന്നിരിക്കുന്നത്. മനസ്സിലാവും. അമൃതാജിന്നി എന്ന് പറയുന്ന ആ ഒരു കപട ഗുരു തൻ്റെ ആ ഒരു നീലക്കുറുക്കത്തി എന്നുള്ള ഒരു രീതിയിൽ നിന്ന് ഇപ്പം നമ്മുടെ വിശ്വാസ സമൂഹം അവരെ ഒരു ഗുരുവിരുദ്ധയാണെന്ന് കണ്ടെത്തി. ഗുരുവിൻ്റെ സ്ഥാനം മോഹിക്കുന്ന ഒരു കപട ഗുരുവാണെന്ന് കണ്ടെത്തി. അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്, അതായത് ഗുരുവാണികളെ വളച്ചൊടിച്ച് അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ശ്രീകുട്ടി ആൻഡ് ശ്രീമതി ആൻറ്റി അവരുടെ ഗുരുവാണികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസക്തമായ ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് അവരുടെ ചാനലിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബൈലോയെ കുറിച്ചുള്ള. ഗുരുവാണി ബൈലോയെ വളച്ചൊടിച്ചിട്ട് ഗുരു പറഞ്ഞത് എന്താണോ അതിന് ഘടകവിരുദ്ധമായിട്ട് അവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് അമൃതാജിന്നി പലരെക്കൊണ്ടും പറയിപ്പിച്ചതും താൻ ഗുരുവാണെന്ന് പറയുന്നതിനുമായ ആസ്പദമായ കാര്യങ്ങളെക്കുറിച്ച് അതെങ്ങനെയാണോ വളച്ചൊടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ആ വോയിസ് കേട്ടിട്ട് നമുക്ക് പറയാം. പിന്നെ ഈ ഗുരുവിനെ ഒരു അടുത്ത ഗുരുവിനെ പറഞ്ഞുകൂടാ എന്നുള്ള ഒരു വിഷയമുണ്ട്. ആധ്യാത്മികമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത ഗുരുവിനെ ഗുരു പറഞ്ഞുകൂടാ. അത് ശിഷ്യ സമൂഹം തിരിച്ചറിയണം, അല്ലെങ്കിൽ ഈ ഗുരു പ്രവർത്തിച്ച് മുന്നിൽ വരണമെന്നാണ്. ശ്രീകുട്ടി പറഞ്ഞേക്കണം, ഗുരുവിന് അടുത്ത ഗുരുവിനെ പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെങ്കിലല്ലേ ഗുരുവിന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് എവിടെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. ഏത് ഗുരുവാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. ഇത് ശ്രീകുട്ടിക്ക് മനസ്സിൽ തോന്നിയതും ശ്രീകുട്ടിയുടെ ഗുരുവായ അമൃതാജ്ഞാന തപസ്വിനി എന്ന് പറയപ്പെടുന്ന കപട ഗുരു, ശിഷ്യപരാജിത എന്ന ആ അവരുടെ അഭിനവ ഗുരു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ പാടുന്നത്. അല്ലാതെ ബ്രഹ്മശ്രീ കരുണാകര ഗുരു പറഞ്ഞിരിക്കുന്നത് ഈ പരമ്പരയിൽ ഗുരു ഉണ്ടാകും, അത് ഗുരു മാത്രമാണ്. ഗുരുവിന് വേറെ നിർവചനങ്ങളൊന്നുമില്ല. ഗുരു എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി പരമ്പരയിൽ ഗുരു എന്ന് പറഞ്ഞാൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരു മാത്രമാണ്. അപ്പം നമ്മൾക്ക് അടുത്ത ഗുരുവിനെ കുറിച്ച് ഗുരു ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശ്രീകുട്ടി വന്ന് പറയുന്നു ഗുരുവിനെ അടുത്ത ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൂടാന്നുള്ള മുടന്തൻ ന്യായം എന്ന് വെച്ചാൽ സത്യത്തെ വളച്ചൊടിച്ച് അതിന് ഇവരുടെ ഒരു ആംഗിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് സത്യത്തെയും വളച്ചൊടിച്ചു കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ് നമുക്ക് അടുത്ത കാര്യം.
കാരണം ഗുരുവിനെ പറഞ്ഞാൽ ഗുരു വരില്ല. ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ഗുരു എന്ന് പറയുന്ന ഒരു ജീവ ചൈതന്യത്തിന്റെ ഒരു ആത്മസുഹൃതമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. ആ പ്രകൃതിയുടെ ആ ശക്തി വിശേഷം ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നെസ്സിലൂടെ ഗുരുവായിട്ട് മുളച്ച് പൊട്ടി അത് വരണമെങ്കിൽ അതിനെ പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഒരു സൂചനയെങ്കിലും ആർക്കെങ്കിലും തന്ന് അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ, ആ സീക്രട്ട് വെളിപ്പെട്ടാൽ ഒരു ഗുരു അവിടെ സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിനെ കുറിച്ച് ഗുരുവിന് തന്നെ പറഞ്ഞുകൂടാ. അതൊരു പുതിയ ന്യായമാണ്. എന്നുവെച്ചാല് ഗുരുവിനെ കുറിച്ച് ഗുരുവിന് തന്നെ പറഞ്ഞുകൂടാ. പൊട്ടി മുളച്ചു വരണം എന്നാണ് വിതച്ചു വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? പൊട്ടി ഇങ്ങനെ മുളച്ചു വരണം, എന്നിട്ട് ഗുരു തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് വരണം. അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഗുരുവിന്റെ സ്ഥാനത്തെ മോഹിച്ച് ഗുരുവിന്റെ കൂടെ കൂടിയ ഈ അഭിനയ ഗുരുവിന് ഇങ്ങനെ ഒരു സാഹചര്യം, ഗുരുവിന്റെ ദേഹവിയോഗം വരുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇത് മുന്നേറി ഇത് പിടിച്ചെടുക്കാം, ആൾക്കാരെയൊക്കെ വെട്ടി നിർത്തിക്കൊണ്ട് ഗുരുവിന്റെ കൂടെ നിന്നവരെയൊക്കെ ചവിട്ടി മെതിച്ച് ഈ ദർശനം എന്ന് പറഞ്ഞ ഉപാധിയെ എങ്ങനെ ദുരുപയോഗം ചെയ്ത് തന്റെ പരിധിയിലാക്കാം എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ്. മനസ്സിലായി? അപ്പൊ കുറേ നാടകങ്ങൾ, അവസ്ഥാപൂർത്തീകരണ, വൃത്തികെട്ട നാടകങ്ങൾ, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ കളിച്ച് പ്രവർത്തിച്ച് മുന്നിൽ വന്ന ആളാണ് ഈ പറഞ്ഞ അമർദാജിന്റെ എന്ന് പറഞ്ഞ കപട ഗുരു. മനസ്സിലായോ? അതുപോലെ ആരും ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ സ്വന്തം ഗുരുവിനെ അപ്രസക്തമായിക്കൊണ്ട് ഗുരുവിനേക്കാൾ മുകളിലാണ് ഞാനെന്ന് പറയാൻ ഒരു ശിഷ്യർക്കും സാധിച്ചെന്ന് വരില്ല. അത് ഇങ്ങനെ ഈ ഗുരുവിരുദ്ധ പ്രവൃത്തിയിലൂടെ ഗുരുവിന്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും നശിപ്പിച്ചുകൊണ്ട് വരുന്നൊരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ. മനസ്സിലായില്ല? അപ്പൊ അടുത്ത ഒന്ന് കേൾക്കാം, പൊട്ടി മുളച്ചിങ്ങനെ വന്നു ശരി. അതേപോലെ പൊട്ടി മുളച്ച ഇവൻ പറഞ്ഞ വെറുതെ അല്ല. കാരണം അമൃതാജിൻ എന്ന് പറയുന്ന അവർ മരിച്ചുപോയി. ഇവരൊരിക്കൽ പറഞ്ഞ ഒരു വീഡിയോ. ഇപ്പൊ വേറെ എന്താണ് പറയുക, ശിഷ്യപൂജിത ഗുരുവാണ്. ഇവർക്ക് തന്നെ അറിയില്ല ഇത് ഗുരുവാണോ, ശിഷ്യപൂജിത എന്നപ്പോ ശിഷ്യപരാജിതയാണോ, മറ്റേ ഗുരുസ്ഥാനിയാണോ, അമൃതാജിന്യാണോ? ഇതിനൊരു സ്ഥായിയായ ഒരു നിർവചനമില്ല. മനസ്സിലായ? ചില സമയത്ത് ഗുരു എന്ന് പറയും, ചില സമയത്ത് അഭിവന്തി ശിഷ്യപൂജിത എന്ന് പറയും, ഗുരുസ്ഥാനി എന്ന് പറയും, പിന്നെ ചില സമയത്ത് ജന്യ, അമൃതാജന്യ എന്ന് പറയും. ഇത് ഏത് ടൈപ്പ് സാധനമാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഇവർ പലയിടത്തും പറയുമ്പോഴും ആൾക്കാരെ തെറ്റിദ്ധരിക്കും. കാരണം കോഴിക്കോട് ഞാൻ പറഞ്ഞില്ലേ, ഒരു കേസിൽ കൊടുത്തിരിക്കുന്നത് 2002 ഗുരുവിന്റെ ആജ്ഞാനുസരണമാണ് ഒരു കുട്ടിയുടെ ഒരു ഗർഭപാത്രത്തിന്റെ എന്തോ ഒരു ശസ്ത്രക്രിയ അവരെ ചെയ്യിച്ചത്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊച്ചിന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ അതിന് കുട്ടികളുണ്ടാകാത്ത രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അവിടെ കൊടുത്തിരുന്ന മൊഴി, ആ സംഭവം എന്തോ ആയിക്കോട്ടെ, അവിടെ കൊടുത്തിരുന്ന മൊഴി എന്ന് പറഞ്ഞാൽ നവജ്യോതിഷി കരുണാകരഗുരു പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഗുരുവായ നവജ്യോതിഷി കരുണാകരഗുരു പറഞ്ഞത്. ഗുരു 1999 തന്നെ ദേഹവിയോഗം ചെയ്തു. പിന്നെ ഗുരുവിന്റെ പേരിൽ ഇവരാണ് എല്ലാം പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് ഗുരു പറഞ്ഞു ഗുരുവിനെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിനെ കണ്ടേന്ന് ഇവർ പലപ്പോഴും പറയുന്നു. പക്ഷെ എന്താണ് ഈ പറയുന്ന ഈ അമൃതാജിന്യ എന്ന് പറയുന്ന കപട ഗുരുവിനാണ് ഇവർ ഗുരു എന്ന് പറയുന്നത്. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ല. ബാക്കിയേക്കാം നമുക്ക്. എന്നാൽ അതുകൊണ്ടാണ് ഗുരു ഈ കാര്യം ഏറ്റെടുത്ത് പറയാതിരുന്നത്. ഇത് ആധ്യാത്മിക രംഗത്തുള്ള ഏറ്റവും ഗഹനമായ ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാക്കൂ. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ശിഷ്യനെ കുറിച്ച് ഗുരുവിന് പറഞ്ഞുകൂടാ എന്നുള്ളത് ഗുരു തന്നെ പല സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേട്ടത് ഇത് ആത്മീയ രംഗത്ത് ഗഗനമായി ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. സാധാരണ ആൾക്കാരൊക്കെ പൊട്ടന്മാരാണല്ലോ. അപ്പോൾ ഗഗനമായി ചിന്തിക്കുന്ന ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീമതി ആന്റി. ശ്രീമതി ആന്റി ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലോ? കുറെ കഴിയുമ്പോൾ ശ്രീമതി ആന്റിയും ഡയലോഗ് വരും. അപ്പൊ ഞാൻ അതിനും പറയാം മറുപടി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഇവരുടെ അമൃത ഗുരു എന്ന് പറയുന്ന കപട ഗുരു അവര് പറഞ്ഞു കൊടുത്താണ് ഈ പാടുന്നത്. ഗുരുവിനെ തന്നെ പറഞ്ഞുകൂടാ. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാൻ നമ്മൾ, ഗുരു ഒരിക്കലും അടുത്തൊരു തലമുറയിൽ ഇന്ന ആളാണെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. അടുത്തൊരു ഗുരു പറയുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന ആളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ ആ ഗുരുവിന്റെ ബയലോടെ ചർച്ചയിൽ ഇവരുണ്ട്. പക്ഷെ ഇവർ പറയുന്നതൊക്കെ കടക്കെ ഗുരു വെട്ടി, അങ്ങനെ അല്ല, അങ്ങനെ വേണ്ട എന്നൊക്കെ തന്നെ ഗുരു പറഞ്ഞത്. അത് നമ്മുടെ ഗുരുവാണി 155, 156 കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഫുള്ള് കേട്ടാൽ മനസ്സിലാവും. അപ്പൊ അടുത്ത ഇവിടെ ആശ്രമോദ്ദേശത്തിൽ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അത് ശിഷ്യ പരമ്പരയ്ക്ക് അത് വെളിവാകുന്നതാണ്. അനുഭവ സ്വഭാവത്തിൽ അത് തിരിച്ചറിയുന്നതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് ആ ഗുരു മുന്നിൽ വന്ന് പ്രവർത്തിച്ച് അനുഭവവേദ്യമായി എല്ലാവരും അത് തിരിച്ചറിയേണ്ട ഒരു രഹസ്യമാണ്. എന്തോന്നാണ് ഈ പറയുന്നത്? ആശ്രമോദ്ദേശത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവന് മന്ദബുദ്ധിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആശ്രമോദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി വായിക്കുന്നുണ്ട് ശ്രീമതി ആന്റി. അപ്പൊ അതിനെക്കുറിച്ച് പറയാം. ഇവര് ഈ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ആടിനെ പട്ടിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക. മനസ്സിലായ? ആടാണ് യഥാർത്ഥത്തിൽ, അതിനെ പട്ടിയാകും, പട്ടിനെ പേപ്പട്ടിയാകും, പിന്നെ അതിനെ തല്ലിക്കൊല്ലും.
അങ്ങനത്തെ ഒരു സ്വഭാവവും. അപ്പോൾ യഥാർത്ഥത്തിൽ തല്ലിക്കൊല്ലണം എന്തിനാണ്? ആടിനെയാണ് പേപ്പട്ടിയാക്കിയിട്ട് എന്താ പറയുക, പട്ടിയാക്കിയിട്ട് പിന്നെ പേപ്പട്ടിയാക്കിയിട്ട് എന്നെ തല്ലിക്കൊല്ലുന്നു. അപ്പോൾ ആ ഒരു പ്രവണതയാണ് സത്യത്തെ വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, ഈ അമൃതാജന്യം എന്ന് പറയുന്നവരെ ഗുരുവാക്കി വാഴിക്കാൻ വേണ്ടി എല്ലാ കപടതകളും, എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസും, എല്ലാ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. അപ്പോൾ അവർക്ക് ഗുരുവായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലണമെങ്കിൽ കൊന്നിരിക്കും. മനസ്സിലായി? ഒരാൾക്ക് മരുന്ന് കൊടുത്ത് ഭ്രാന്താക്കണമെങ്കിൽ ഭ്രാന്താക്കിയിരിക്കും. എന്ത് വേണേലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം നല്ല കുട്ടികൾ ജനിക്കാതിരുന്ന, കാരണം ഈ നല്ല കുട്ടികൾ ജനിച്ചാൽ ഇവരൊരു രൂപം തിരിച്ചറിയും. കുട്ടികൾ പറയും ഇത് ഇന്നവരല്ല, ഇത് ഗുരുവല്ല എന്ന് പറയും. ഗുരു ഉദ്ദേശിച്ചത് എന്താണ്? നല്ലൊരു തലമുറയെ കൊണ്ടുവരാനാണ് ഗുരു ഉദ്ദേശിച്ചത്. അതിൻ്റെ കടക്കൽ തന്നെ കത്തിവെച്ച 2 വ്യക്തികളാണ് ഈ അമൃതാജന്യ ഗുരുരത്നസ്വാമി എന്ന് പറയുന്നത്. അധികാരത്തിന് വേണ്ടി പ്രസ്ഥാനത്തെ ചവിട്ടി മെതിച്ച്, സമ്പത്തിന് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി, വൃത്തികെട്ട ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, മനസ്സിലായോ? അതിന് പലരെയും ചവിട്ടി മെതിച്ച് ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയും ഗുരുവിൻ്റെ ആശയത്തെയും ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളെയും, സ്ഥാപന ജംഗം വസ്തുക്കളെല്ലാം, ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം, ഗുരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനല്ല ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. ലോകത്തിൻ്റെ പരിശുദ്ധിക്കായിട്ടുള്ള സേവനവുമാണ്. ഓരോ വ്യക്തികൾക്കും കർമ്മം ചെയ്യാനുള്ള ഒരു അവസരവുമാണ്. കർമ്മദോഷം മാറ്റാനാണ്. അതെല്ലാം വ്യവസായികവൽക്കരിച്ചുകൊണ്ട്. അപ്പം ചോദിക്കുന്നത് വെച്ചാൽ ഗുരു ഇതെല്ലാം കാണുന്നില്ലെന്ന്. കാണും, തീർച്ചയായിട്ടും ഇതിനൊരു ശിക്ഷ ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ലെന്ന് മാത്രം. തികച്ചും ഇവരുടെയൊക്കെ ഇവരനുഭവിക്കുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരും. അതിൽ യാതൊരു സംശയവും. പിന്നെ ഇടയിലൊന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, നമുക്ക് അടുത്ത കേൾക്കാം. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു സൊസൈറ്റിയിൽ ഈ ഭരണരംഗത്തിന്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ ഭരണരംഗം പോലുള്ള കാര്യത്തിന് ഒരു ആശ്രമ സ്വഭാവത്തിൽ എത്രമാത്രം വാലിഡിറ്റി ഉണ്ട്, ആധ്യാത്മിക പുരോഗതിക്ക് എത്രമാത്രം വാലിഡിറ്റി ഉണ്ട്, ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സൊസൈറ്റിയിലാണ് ഈ കാര്യങ്ങൾ, വളരെ മെച്ചുവറായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഈ കാര്യങ്ങൾ പൂർണ്ണമായ തോതിൽ നടപ്പാകുന്ന. അപ്പോൾ ഇവൻ പറയണത് ശരിയാണ്. മന്ദബുദ്ധിയും പൊട്ടനുമാണെങ്കിലും ഇവൻ പറയണത് ശരിയാണ്. കാരണം വെച്ചാൽ ഈ സൊസൈറ്റി ഇപ്പം തിരിച്ചറിഞ്ഞു. ആരാ? ഈ ചായത്തിൽ വീണ കുറുക്കൻ. മനസ്സിലായോ? കുറുക്കൻ രാജാവ് ഒരു കഥയാണ്. ഒരിടത്ത് ഒരു കാട്ടിലൊരു കുറുക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറുക്കൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് നാട് കാണാൻ ഇറങ്ങി ഒരു ദിവസം രാത്രി. അപ്പോൾ ഒരു അലക്കാരൻ്റെ വീട്ടിലാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, എന്നാലും ഞാനിവിടെ സന്ദർഭവശാലൊന്നും പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അലക്കാരൻ്റെ വീട്ടിൽ കുറുക്കൻ വന്നപ്പോൾ അവിടുത്തെ ഒരു പാത്രത്തിൽ, വലിയൊരു ചരുവം പോലൊരു പാത്രത്തിൽ നീലം കലക്കി വെച്ചേക്കാണ്. കാരണം നമ്മൾ വെള്ള വസ്ത്രങ്ങൾ നീലത്തിൽ മുക്കി എടുക്കുമല്ലോ തുണി അലക്കി കഴിയും. അപ്പം അങ്ങനെ മുക്കി വെച്ചിരിക്കുന്ന അവസരത്തിൽ ഈ കുറുക്കൻ അബദ്ധവശാൽ ഈ ചരുവത്തിൽ വീണു. നീലം മൊത്തം ദേഹത്ത് പറ്റി. കുറുക്കൻ വെള്ളത്തിൽ വീണാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടി. വെളുപ്പിനായപ്പോൾ അല്ലെങ്കിൽ രാവിലെ ആയപ്പോൾ കാട്ടിൽ തിരിച്ചു പേടിച്ചു. അവിടെ വെള്ളത്തിൽ ജലാശയത്തിൽ നോക്കിയപ്പോൾ തൻ്റെ രൂപം കണ്ട് ഈ കുറുക്കൻ തന്നെ ഒന്ന് ഞെട്ടി. ആ രൂപമൊക്കെ മാറി നീല കളർ മൊത്തം. അങ്ങനെ നാട്ടിലൂടെ നടക്കുമ്പോൾ ഓരോരുത്തരും ഭയഭക്തി എന്നുവെച്ചാൽ പുതിയൊരു ജീവനെ കാണുന്ന ഒരു പ്രതീതിയിൽ ഭയഭക്തി ബഹുമാനത്തോടെ മാറി. നമുക്ക് കുറുക്കൻ തോന്നി ഇതൊരു വീണത് വിദ്യയാക്കാം എന്ന് തോന്നിയിട്ട് പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ രാജാവാണ്, എല്ലാവരും എന്നെ അനുസരിച്ച് ജീവിക്കണം എന്നൊരു പ്രഖ്യാപനം നടത്തി. അങ്ങനെ എല്ലാ ആൾക്കാരും പേടിച്ചിട്ട് സിംഹം ഉൾപ്പെടെ, കാട്ടിലെ രാജാവ് സിംഹമാണല്ലോ, സിംഹം ഉൾപ്പെടെ തൽക്കാലം ഒന്ന് ഭയന്നിട്ട് ഈ ജീവനെ കണ്ടിട്ടില്ല, എന്താണ് അതിൻ്റെ ശക്തി എന്നറിയില്ല. അപ്പോൾ കുറുക്കനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പം തന്നെ തല്ലി കൊന്നാനെ, അത് വേറെ കാര്യം, അടിച്ചു കൊന്നാനെ. അപ്പോൾ എന്ത് ചെയ്ത് ഈ എല്ലാവരും അംഗീകരിച്ചു, കാട്ടിലെ ഒരു രാജാവായി മാറി. ഈ എത്ര രാജാവായാലും കുറുക്കന്മാർക്കൊരു സ്വഭാവമാണ്. രാത്രി മറ്റു കുറുക്കന്മാർ ഓരിയിടുമ്പോൾ ഓട്ടോമാറ്റിക് ഏത് കുറുക്കനും ഓരിയിടും എന്ന് പറഞ്ഞതുപോലെ ഈ കുറുക്കന്മാർ രാത്രിയായപ്പോൾ ഓരിയിട്ടപ്പോൾ ഈ രാജാവായ കുറുക്കന് ഓരിയിടാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാജാവായ കുറുക്കന് ഓരിയിട്ടപ്പോഴാണ് മറ്റു കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളെല്ലാം ഇത് കുറുക്കനാണെന്ന് മനസ്സിലാക്കിയത്. ചായത്തിൽ വീണ കുറുക്കനാണ്, അങ്ങനെ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന കഥയാണ് ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ ആശ്രമത്തിൽ, ശാന്തിരി ആശ്രമത്തിൽ അങ്ങനൊരു സിറ്റുവേഷനിൽ നീലത്തിൽ വീണ കുറുക്കനായിട്ട് അവതരിച്ചതാണ് ഇന്നത്തെ ശിഷ്യപൂജിത എന്ന് പറയപ്പെടുന്ന ശിഷ്യപരാജിതായ അമൃതാജന്യം. മനസ്സിലായി? ഇവർ ഗുരുവിൻ്റെ ദേഹവിയോഗം വരുമ്പോൾ എങ്ങനെ ഇത് മുതലെടുക്കണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഈ സ്ഥാനം ഇങ്ങനെ കൈയിടക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും വിദഗ്ധമായിട്ട് ഇത്രയും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഇവർക്ക് ആരെയും ആ സമയത്ത് ഇങ്ങനെ ആകാൻ പറ്റില്ല. ഇവരും ഇവരുടെ ഒരു ഉപജാപക വൃന്ദം കൂടി അന്ന് ഇതെല്ലാം കൈപ്പിടിയിലാക്കിയത്. മനസ്സിലായോ?
അങ്ങനെ ആക്കിയതാണെന്ന് ആദ്യം നമ്മുടെ ഗുരുവിശ്വാസികൾക്ക് മനസ്സിലായില്ല. ഈ സൊസൈറ്റിക്ക് പിന്നെ മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഇവരൊരു പക്കോ ഫ്രോഡാണെന്ന് മനസ്സിലായി, ഗുരുവിന്റെ ആശയത്തെ നശിപ്പിക്കണമെന്ന് മനസ്സിലായി, ഇവരൊരു കപട ഗുരുവാണെന്ന് മനസ്സിലായി. ഗുരു പോയിട്ടൊരു ശിഷ്യ പോയിട്ടൊരു ഭക്ത പോലും ആകാനുള്ള യോഗ്യത ഇവർക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ ചോദിക്കും, ഗുരു എന്തുകൊണ്ട് കൂടെ നിർത്തിയെന്ന്? ഇതുപോലെ തന്നെയാണ് നമ്മുടെ യേശുക്രിസ്തു. നമ്മുടെ യേശുക്രിസ്തു 12 ശിഷ്യന്മാരിൽ ഒരാളെന്നെ ചതിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞാനോ എന്ന്. കാരണം വെച്ചാൽ ഈ 12 പേരും അരുമ ശിഷ്യരായിരുന്നു. പക്ഷെ എന്തു പറ്റി? യൂദാസ് 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിന് ഒറ്റിക്കൊടുത്തില്ലേ? പക്ഷെ എന്ത് പറ്റിയത്, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗുരുവിന് അങ്ങനെ സംഭവിക്കാവോ എന്നുള്ള ചോദ്യം വരുമ്പോൾ യേശുക്രിസ്തു അന്ന് തന്നെ തലേദിവസം തന്നെ പറഞ്ഞു, അത്താഴം വരുന്നു, എന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു ശിഷ്യൻ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് തന്നെ നമ്മുടെ ഗുരുവും പറഞ്ഞിട്ടുണ്ട് പല സമയത്ത്. നമ്മൾ എത്രത്തോളം അത് വിലക്കെടുത്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗുരു ഇരിക്കേണ്ടത് ഗുരുവിൻ്റെ ആവശ്യമല്ല, ശിഷ്യ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, ലോകത്തിൻ്റെ ആവശ്യമാണ്. അത് ഗുരു ചെയ്യേണ്ടത് ഗുരു ചെയ്യും, നമ്മൾ ചെയ്യേണ്ടത്, ശിഷ്യരായാലും ഭക്തരായാലും ആരും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അല്ലാതെ അതും കൂടി ഗുരു വന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്നുവെച്ചാൽ ഇപ്പോഴുള്ള ആൾക്കാരുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ അരി ഗുരു തരും, വെള്ളം ഗുരു തരും, തീയും ഗുരു തരും, അത് കഞ്ഞി വെച്ച് ഗുരു തന്നാൽ ഞാൻ കുടിക്കാം, വേണമെങ്കിൽ വായിൽ ഒഴിച്ച് തന്നാൽ ഞാൻ നുണഞ്ഞിറക്കാം എന്നുള്ള പ്രതീതിയാണ്. അതേസമയത്ത് നമുക്കിതെല്ലാം തരും, നമ്മളത് കഴുകി അരി വെള്ളത്തിലിട്ട് കഴുകി അടപ്പിൽ തീ കൂട്ടി കത്തിച്ച് അത് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ബാധ്യത നമ്മുടെയാണെന്നുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി പോയോ ഇന്നത്തെ ശാന്തിഗിരി പരമ്പരയില മിക്കവാറും വിശ്വാസികൾക്കില്ല, ശിഷ്യർക്കില്ല. എല്ലാവരും അവകാശപ്പെടും ഞാനും ഗുരുവിന്റെ ശിഷ്യരാണ്. അങ്ങനെ ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ അത് തിരുത്തേണ്ടത് ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ്. എല്ലാം ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായ? ഗുരു വന്ന് ശരിയാക്കുമെന്നോ? ഗുരു വന്ന് ശരിയാക്കൂല. ഗുരു എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ ശരിയാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഈ ലോകത്തിന് ഈ നന്മ പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ലോകം വെട്ടിപ്പിടിക്കാനൊന്നുമല്ല ഗുരു പറഞ്ഞത്. ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച്, നല്ല രീതിയിൽ കർമ്മം ചെയ്ത്, നമ്മുടെ പുണ്യം സമ്പാദിച്ച് നല്ല സത്സന്താനങ്ങളെ ജനിപ്പിക്കുക. അല്ലാതെ കതിരിമെ കൊണ്ട് വളം വെക്കണമെന്നല്ല ഗുരു പറഞ്ഞത്. ആ വിത്തിടുമ്പോൾ മുമ്പ് തന്നെ നമ്മൾ നില ഉഴുതു മറിച്ച് അവിടെ വളവിട്ട് ആ വിത്തിന് വളരാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമെന്നാണ് ഗുരു പറഞ്ഞത്, സിമ്പിളായിട്ട്. അപ്പൊ നമ്മൾ എന്താ പറയുക, വിവാഹം കഴിച്ച് പലരും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു നല്ല കുഞ്ഞു ജനിക്കാനുള്ള കർമ്മം ചെയ്യുന്നത് ഇന്ന് പലരും മദ്യപിച്ചിട്ടും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഗുരു പറഞ്ഞ എന്താണ്? പൗർണമി ദിവസം പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക. നമ്മൾക്ക് ജനിക്കാനുള്ള നമ്മുടെ പിതൃക്കളായാലും കൊള്ളാം, ദേവീദേവന്മാരായാലും കൊള്ളാം, അത്രയ്ക്ക് ജ്ഞാനികളായാലും കൊള്ളാം, ഋഷികളായാലും കൊള്ളാം, അങ്ങനെയുള്ള കൂടിയ ആത്മാക്കളുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ജന്മം കിട്ടാൻ പ്രാർത്ഥിക്കുന്നത് മോക്ഷത്തിന് വേണ്ടി. അതേപോലുള്ള കുഞ്ഞുങ്ങളെ നമ്മളുടെ പരിശുദ്ധമായ ഗർഭപാത്രത്തിൽ ജനിപ്പിക്കണം. പരിശുദ്ധമായ ഗർഭപാത്രം മാത്രം കിട്ടിയാൽ പോരാ, പരിശുദ്ധമായ ഒരു ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് നല്ല കുഞ്ഞ് ഉത്ഭവിക്കുന്നത്, ഇല്ലേ? അപ്പൊ അങ്ങനെ ഉത്ഭവിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. അതിലേക്ക് ശ്രമിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. അങ്ങനെ നല്ല കുട്ടികൾ ജനിച്ച് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം. ജനിച്ചാൽ മാത്രം പോരാ, ഗുരു പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ ആ കൊച്ചുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അത് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ മാതാപിതാക്കൾക്കുണ്ട്. മനസ്സിലായോ? അവർ മോശത്തരത്തിൽ പോയാൽ ഏറ്റവും കൂടുതൽ മോശമായി പോകും. അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പോയാൽ അത്യുന്നതങ്ങളിൽ എത്തുമെന്നാണ് ഗുരു പറഞ്ഞു. അത് 73 ശേഷം ജനിച്ച കുഞ്ഞുങ്ങളെ അതുപോലെ വളർത്തണമെന്നാണ് ഗുരു പറഞ്ഞു. അത് ആശ്രമത്തിൽ മാത്രമല്ല, ഇത്രയെങ്കിലും നന്മ ചെയ്യുന്ന പരമ്പരക്കകത്തും പുറത്തുമുള്ള ഏതൊരു മാതാപിതാക്കൾക്കും നല്ല കുട്ടികളുണ്ടാവും. മനസ്സിലായോ? അപ്പൊ എന്താ പറയുക, അതാണ് ഗുരുവിന്റെ ആശയം ഈ ലോകത്തിന് കൊടുക്കാനുള്ള. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നില്ലേ, ഓരോ മാതാപിതാക്കൾക്ക് ഉണ്ടായ കുട്ടികൾ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, അമ്മേനെ വെട്ടിക്കൊല്ലുന്നു, ലോകത്ത് തന്നെ ക്രിമിനലായിട്ട് മാറുന്നു. അതെന്തുകൊണ്ടാണ്? അവന്റെ ആ സമയത്ത് ഇതുകൊണ്ടല്ല, ജനിക്കുന്ന ജീവന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അതാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായത്? അല്ലാതെ ഞാൻ കുറെ പ്രാർത്ഥിക്കും, ഞാൻ ഗുരുവിന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, എനിക്ക് മുക്തി കിട്ടണം, എനിക്ക് മോക്ഷം കിട്ടണം, അവിടെയും സ്വാർത്ഥതയാണ്. മനസ്സിലായത്? നമ്മൾ ഈ കർമ്മത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഗുരു തരും, അല്ലെങ്കിൽ നമ്മുടെ ജീവനിൽ വന്നു ചേരും.
നമ്മൾ ഈ ഇവിടെ ജനിച്ചിട്ട് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ പണമോ സ്വത്തോ സൗന്ദര്യമോ ഒരു സാധനം ഉണ്ടാവില്ല. നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഒറ്റ സാധനമുണ്ട്, പുണ്യവും പാവവും, കർമ്മദോഷവും സത്കർമ്മം ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു ഇത്. അങ്ങനെയുള്ള ബാങ്ക് ബാലൻസുമായിട്ടാണ്, ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ ജീവനിലുള്ള ആ ഒരു ബാങ്ക് ബാലൻസുമായിട്ടാണ് നമ്മളിവിടെ പോകാൻ പറ്റുള്ളൂ. അതാണ് ഗുരു പറഞ്ഞു തന്നത്. അങ്ങനെ മുക്തിയും മോക്ഷം കിട്ടണമെങ്കിൽ മോക്ഷം അതെല്ലാം കിട്ടണമെന്നാണ് പറഞ്ഞു അല്ലേ? പക്ഷെ ഇന്ന് കാണുന്ന എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ ആശയത്തെ ഇത്രയും മലീമനസ്സമാക്കിയിട്ട് പോലും ഒരു ആൾക്ക് പോലും വിഷമമില്ലെന്നുള്ളതാണ്. ഗുരുവിൻ്റെ കൂടെ നിന്ന കുറേ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ വിഷമമുള്ളൂ. പിന്നെ ഒരു കാര്യം സത്യമാണ്, കാരണം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ കൂടെ നിന്നവർക്കാണ് ഇന്ന് സംഭവിച്ച അപജയം തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇതിനൊരു അപജയം സംഭവിച്ചിരിക്കുന്നത്? അതേസമയത്ത് ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷം വന്നവരൊക്കെ ഇവരാണ് ഗുരു എന്നുള്ള പാണന്മാരുടെ പാട്ട് കേട്ട് ഇവരെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും അല്ലാതെ കസേരകൾക്ക് വേണ്ടിയും സുഖലോലുപതയ്ക്ക് വേണ്ടിയും എല്ലാം. മനസ്സിലായി? പണമുള്ളവന് ഒരു നീതി, പണമില്ലാത്തവന് വേറൊരു നീതി. പണമുള്ളവനെ പറ്റിച്ചു കഴിഞ്ഞാൽ അവനെ ചണ്ടിയാക്കി കഴിയുമ്പോൾ വേറൊരു നീതി. ദൈവത്തെ ഓർത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വിശ്വാസ സമൂഹത്തിനോട് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ അമിതമായിട്ട് ഇവിടെ കൊണ്ടു സമർപ്പിക്കരുത്. ഗുരുവിൻ്റെ പേരിലെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണമൊക്കെ ഇവരെ സ്വത്ത് ഇവരുടെ പേരിലേക്ക് മാറ്റും. ഒന്നുകിൽ ഇവരുടെ പേരിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ആ വസ്തുക്കളൊക്കെ ഇവർ വിറ്റിട്ട് ഇവരുടെ പേരിലേക്ക് ആ പണം മാറ്റും. എടുത്തു നോക്കിക്കോ, എത്ര വസ്തുക്കളാണ് നമ്മളെ വിറ്റേക്കണമെന്ന് അറിയുമോ? എത്ര സ്ഥാപന ജംഗമ വസ്തുക്കൾ, എത്ര ബിസിനസ് സ്ഥാപനങ്ങളാണ് നമ്മുടെ തകർത്തേക്കണമെന്ന് അറിയുമോ? കാരണം ഇവർക്ക് അതിനൊന്നുമല്ല താല്പര്യം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊന്നുമല്ല. ഇതിൻ്റെ തലപ്പത്ത് കയറി ഇരുന്നിട്ട് ഈ അധികാരത്തിൽ ഇവരുടെ സുഖലോലുപതയും സ്വാർത്ഥ താല്പര്യം നടപ്പിലാക്കണം. അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അടുത്തത് അപ്പോൾ ഗുരു സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്തായാലും നടപ്പാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, ഏകദേശം 25 വർഷം കഴിഞ്ഞാൽ അത് നടപ്പിലായിരിക്കും. അതൊക്കെ ആരൊക്കെ വളച്ചൊടിച്ചാലും ആരൊക്കെ വെള്ളം ചേർത്താലും അതിൽ വിഷം ചേർത്താലും അതെല്ലാം പവിത്രമായിട്ട് നാളെ ഒരു കാലത്ത് ഗുരു പറഞ്ഞ എല്ലാം നടപ്പിലാവും. കാരണം ഇതിനൊരു അപജയം വരണമെങ്കിൽ ഈ സമയത്തെ വരാൻ പാടുള്ളൂ. ഗുരുവിനെ കണ്ട, ഗുരുവോടൊത്ത് സഹവസിച്ച, ഗുരുവിനോടൊത്ത് ജീവിച്ച, ഗുരുവിന് വേണ്ടി ജീവിച്ച അങ്ങനെയുള്ളവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഇതിനൊരു അപജയം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാവുകയും അത് തിരുത്തപ്പെടുകയും വേണം. മനസ്സിലായി? ഗുരുവിനോട് സ്നേഹം കാണിക്കേണ്ട ഒരു സമയത്ത് എല്ലാ ശിഷ്യ സമൂഹങ്ങളും അത് കാണിക്കുക എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ ഒരു കൂട്ടരും മലിനമാക്കുമ്പോൾ ഇത് കണ്ടിട്ട് എനിക്കിതിലൊന്നും പങ്കില്ല, ഞാൻ ഇന്നൊന്നും പങ്കെടുക്കുന്നില്ല, ഇതെല്ലാം എന്നെ ഗുരു ബോധ്യപ്പെടുത്തിയതാണ്, പക്ഷേ 1,00,000 പേര് എതിർത്ത് നിന്നാലും ഞാൻ ഒറ്റക്കാണെങ്കിലും ഇപ്പുറത്ത് നിന്ന് ഈ ഒരു ഇതിനു വേണ്ടി, ഈ ഒരു ആശയത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞപ്പോൾ അതനുസരിക്കാതെ ഒളിച്ചോടിയവർക്ക് എന്ത് പറയാൻ പറ്റും? പക്ഷേ ഗുരുവിനെ വിശ്വസിക്കുന്ന, ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തരായവർ ഇതിൻ്റെ പിന്നിൽ അണിചേരുക തന്നെ ചെയ്യും. അവരിത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യും. അവരാൾ കൊണ്ട് കഴിയുന്നു. വിജയവും പരാജയവും അവിടെ പ്രശ്നമില്ല. നമ്മൾ അണ്ണാറക്കണ്ണനാൻ തന്നാലായെന്ന് പറഞ്ഞ പോലെ, മനസ്സിലായി? അണ്ണാകുഞ്ഞിന് തന്നാൽ കഴിയുന്ന പോലെ ആ ഒരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കണം. അത് ഗുരുവിൻ്റെ ആശയത്തിനായാലും കൊള്ളാം, ഗുരുവിൻ്റെ ആശയത്തെ മലിനപ്പെടുത്തുന്നവർക്ക് എതിരെയായാലും കൊള്ളാം. അവരുടെ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ വേണം. ആത്മീയപരമായും ഭൗതികപരമായും നിയമപരമായും അതിന് ശക്തമായ പോരാടുക തന്നെ. മനസ്സിലായി? കാരണം ഗുരുവിൻ്റെ ആശയത്തെ വെച്ച് മലിനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു കൊള്ളസങ്കേതം ഉണ്ടാകാൻ പാടില്ല. ഗുരു നന്മ ചെയ്യാൻ വന്നാണ്. ആ നന്മ ചെയ്യാൻ വന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് അതിൻ്റെ മലിനപ്പെടുത്തുന്ന ആൾക്കാരെ നമ്മൾ പൊതുമധ്യത്തിൽ കൊണ്ടുവരണം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗുരുവിൻ്റെ നന്മ പകരുകയും ആ പ്രസ്ഥാനം വെച്ചുകൊണ്ട് തിന്മ കാണിക്കുന്നവരെ തുറന്നു കാണിക്കുകയും വേണം. ഈ 2 പ്രവർത്തനവും നമ്മൾ നടത്തിക്കൊണ്ടു പോകണം. അതിനാണ് ഗുരുവാണികൾ പബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എല്ലാ ദിവസവും ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഗുരുവാണികൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പക്ഷേ അത് പബ്ലിഷ് ചെയ്യണതോടുകൂടി തന്നെ ഗുരുവിൻ്റെ ഈ ഗുരുവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവരെ തുറന്നു കാണിക്കുകയും വേണം. മനസ്സിലായി? അപ്പം അതിൻ്റെതായ ഗുരു പറഞ്ഞ കാര്യം എപ്പോഴാണെങ്കിലും തിരിച്ചു വരും. അത് ഈ പറഞ്ഞ ശ്രീകുട്ടി പറഞ്ഞാലും പറഞ്ഞില്ലേലും അത് തിരിച്ചു തന്നെ വരും. തിരിച്ചു വരിക തന്നെ ചെയ്യും. അടുത്ത ബൈലോയെ കുറിച്ച് നടക്കുന്ന ആ ചർച്ചയിൽ ഗുരു തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോ തന്നെ ഇവര് രണ്ടുപേരും ഇങ്ങനെ ഭരിച്ച് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്, അപ്പൊ ഞാൻ ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. കേട്ടില്ലേ? ആ ബൈലോയുടെ ചർച്ച ഈ ചാനലുണ്ട്, 185, 186. ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം.
അപ്പൊ ഇത് ഈ പറയുന്ന ഡിസ്കഷനിൽ ഈ അമൃതാജിനി എന്ന് പറയുന്നവരുണ്ട്, ഇവരുടെ ഇപ്പോഴത്തെ കപട ഗുരു ശിഷ്യ പരാജിത അവരും ഉണ്ട്. അവരെന്തൊക്കെയോ ചോദിക്കുന്നത് ഗുരു കടക്കി വെട്ടിയാണ്, അങ്ങനെ വേണ്ട, അങ്ങനെ പാടില്ല എന്നുള്ളത് നമുക്കതിൽ. പിന്നെ ഇവരുടെ നേരത്തെ സൗണ്ടാണല്ലോ ഇവരെ, കാരണം വെച്ചാൽ ഇവര് ഒച്ച പുറത്തേക്ക് വരില്ല ഇവര്, കാരണം സംസാരിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഒച്ച പുറത്തേക്ക് വരില്ല, വിവരക്കേട് ആയതുകൊണ്ട് ഒച്ച പുറത്തേക്ക് വരില്ല. നമ്മളൊക്കെ പണ്ട് ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചെവി കൊണ്ട് വായിനകത്ത് വെക്കണം, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്, ഇങ്ങനെ തലയാട്ടിൽ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ആന തലയാട്ട് പോകും, ഇങ്ങനെ വല്ല ഇങ്ങനെ വല്ല. പക്ഷെ എന്താ പറയുക, അതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് ഒരിക്കലേ ഒരു വണ്ടി ഇവിടെ നിന്ന് യാത്ര പുറപ്പിക്കും. അപ്പോൾ ഇവരോട് ഇന്ന് അനുവാദം ചോദിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ കാണിച്ചു പൊക്കോ എന്നുള്ള രീതി. അപ്പോൾ ആ വണ്ടി പോയിട്ട് ഒരു സ്ഥലത്ത് ആക്സിഡൻ്റ് ആയി. അപ്പോൾ അവിടെ ഒരു പറഞ്ഞ് ജെന്നി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോയത്, ജെന്നിയുടെ അനുവാദത്തോടെയല്ലേ പോയത്, അങ്ങനെ ഒരു വിഷയം വന്നു. ജെന്നിയുടെ അനുവാദത്തോടെ അല്ലെന്ന് പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ചോദിച്ചപ്പോൾ ജെന്നി പറഞ്ഞിട്ടില്ല ഞങ്ങൾ പോയപ്പോൾ ഞാൻ പോകണ്ടെന്നാണ് പറഞ്ഞതെന്ന്. മനസ്സിലായ? തലയാട്ടുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാമല്ലോ, ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണമെന്നാണ് പോകണ്ടെന്നാണ് എന്ന് വെച്ചാൽ പോകാനായിട്ട് അനുവാദം കിട്ടുന്ന രീതിയിലാണ് ശരിയെന്ന് പറഞ്ഞത്. പക്ഷേ ഇവരന്നേരം പറഞ്ഞത് അറിയാം, പോകണ്ട എന്നാണ് ഞാൻ കാണിച്ചെന്നാണ് പറഞ്ഞത്, തല ഇങ്ങനെ വെട്ടിച്ചിട്ട്. മനസ്സിലായില്ലേ? ആ നമ്പറുകളൊക്കെ ഒരുപാടുണ്ട്. ഇവരെ നമ്പർ പഠിക്കണമെങ്കിൽ ആർക്കും ആർക്കും എവിടെ വേണമെങ്കിലും തുടങ്ങും. മനസ്സിലായില്ലേ? ഇവരുടെ തന്ത്രങ്ങൾ പഠിച്ചാൽ. ഇപ്പോൾ ഒരാളൊരു ബിസിനസ് ചെയ്യാൻ വന്ന് ചോദിക്കണം, ഒരു ഉദാഹരണം ഞാൻ പറയും. അപ്പോൾ പറയും, മോൻ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ വിജയിക്കും, അത് പ്രാർത്ഥന കുറഞ്ഞാൽ പരാജയപ്പെടും. അപ്പോൾ രണ്ടുണ്ട് കാര്യം. അപ്പോൾ ഇത് കേക്ക് നിൽക്കുന്ന അവിടെ ഒരു ഉപജാപം നിന്നുകൊണ്ടല്ലോ, അവൻ ബിസിനസ്സിൽ പൊട്ടിയപ്പോൾ കണ്ട അന്നേ ജനനി പറഞ്ഞതാണ്, അത് അവൻ പ്രാർത്ഥിച്ചേ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ കുറവാണത് പരാജയപ്പെട്ടത്. കാരണം അവനാണ് റിസ്ക് എപ്പോഴും ചോദിച്ചവന്. പിന്നെ വിജയിച്ചാൽ ഇങ്ങനെ പറയും പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടാണെന്ന് പറയും. ജെന്നി അപ്പോഴേ പറഞ്ഞായിരുന്നു, ജെന്നി സങ്കല്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അവനോട് പറഞ്ഞ് നീ പ്രാർത്ഥിച്ച് ചെയ്താൽ മതി, നീ വിജയിക്കുമെന്ന് പറഞ്ഞ് അതുപോലെ നടന്നെന്ന് പറയും. എന്തിനും രണ്ട് വശം, നെഗറ്റീവും പോസിറ്റീവും ആക്കി ആയാലും അവർക്ക് നിൽക്കാനുള്ള, എങ്ങനെ എറിഞ്ഞാലും പൂച്ചന എങ്ങനെ എറിഞ്ഞാലും 4 കാലയിൽ നിന്ന് വന്ന് പറയും പോലെയാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും. മനസ്സിലായോ? ഇവരൊക്കെ പഠിക്കാനാണെങ്കിലേ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് പഠിക്കാൻ. ക്രിമിനൽ വശം ഒരുപാട് വശത്തുണ്ടെങ്കിലും ഈ കോമഡിപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരിൽ നിന്ന് പഠിക്കാൻ. മനസ്സിലായോ? നമുക്ക് തന്നെ ചിരിച്ച് നമ്മൾ തന്നെ മണ്ണ് കപ്പും. ഒരു വശത്ത് ഇവരെ കുട്ടികളെ ഓർത്ത് നമുക്ക് ചില കാര്യങ്ങൾക്ക് ദേഷ്യം തോന്നുമെങ്കിലും മറ്റുള്ളവരോടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാണുമ്പോഴേ ഈ വസ്തുവും പണവും സ്വർണ്ണമൊക്കെ തട്ടിച്ചെടുക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ, ഈ മരുന്നുകളൊക്കെ കൊടുത്ത് അവരെയൊക്കെ ബുദ്ധിമരവിപ്പിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, പിന്നെ ഈ ചില പോയിസൺസ് കൊടുത്ത് അവരെയൊക്കെ മരണപ്പെടുത്തുമ്പോഴുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുമെങ്കിലും ഇങ്ങനെ കുറച്ച് കോമഡി പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അടുത്തൊന്ന് കേൾക്കും. അപ്പൊ വേണമെങ്കിൽ ഗുരുവിന് ഇങ്ങനെ 4 പേരെ അന്നേ ഗുരുവിന് ചെയ്തുകൂടായിരുന്നു, അങ്ങനെ വെക്കായിരുന്നല്ലോ. അപ്പൊ ഇത് പിൽക്കാലത്തേക്ക്, എന്റെ പിറ്റേ കാലത്തേക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനകത്ത്. എന്താ പറയാ, ഈ മന്ദബുദ്ധി ശ്രീമതി ആന്റി നമ്മളെ പറഞ്ഞ് ചിരിപ്പിക്കും. ഗുരു അതിൽ വ്യക്തമായിട്ട് ആ ബൈലോയുടെ ഇതിൽ പറയുന്നുണ്ട്, ഡിസ്കഷനിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഗുരു പറയുന്നത് ഇത് ഇരിക്കുന്ന ആള് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കുന്നു. മനസ്സിലായോ? എന്നുവെച്ചാൽ ഗുരു ശരീരം വിട്ട് പോയാലും ഇതെങ്ങനെ മുന്നോട്ട് പോകണം, കൽപ്പാന്ത കാലത്തോളം ഇതെങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ശ്രീമതി ആന്റി എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, ഗുരു അപ്പൊ തന്നെ ചെയ്താൽ പോരെ. ഗുരു എന്താ പറഞ്ഞത്? ഗുരുവിന്റെ പിൽക്കാലത്താണ്, അല്ല ഗുരുവിന്റെ പിൽക്കാലത്തിന്റെ പിൽക്കാലത്തല്ല. മനസ്സിലായ? ഗുരുവിന്റെ പിൽക്കാലത്ത് പിന്നെ ഒരു കപട ശിക്ഷ ഗുരു വന്ന് അവര് വന്ന് ഇത് കൊളമാക്കിയിട്ട് പിന്നെ അടുത്ത തലമുറയിലല്ല. ഗുരു പറയുന്നത് വെച്ചാൽ ഗുരു ശരീരത്തെ വിടുമ്പോഴത്തേക്കും ഇത് സെറ്റ് ചെയ്ത് ഇത് നടപ്പിലാക്കണം. 4 പേർക്ക് തുല്യ അധികാരം. ഇവിടെ ഗുരുസ്ഥാനീയരോ അങ്ങനെയുള്ള ആരുമില്ല, ആർക്കും ഒരു പ്രിവിലേജും ഇല്ല എന്ന് ഗുരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് വളച്ചൊടിച്ച് മെഴുകി അമൃതാജന്യക്ക് സേഫ് ആകുന്ന രീതിയിലേക്ക് കൊണ്ട് വെക്കുക, ആൾക്കാരെ പറ്റിക്കുക. കാരണം വേറൊന്നുമല്ല, നമ്മൾ ചന്ദനച്ചാരിയെ ചന്ദനം മണക്കും, വേറെ എന്താണ് അമേദ്യച്ചാരിയെ അമേദ്യം മണക്കും എന്ന് പറഞ്ഞ പോലെ. ഇതിപ്പോൾ ആദ്യം ചന്ദനത്തിൽ ചാരി, ഗുരുവിൽ ചാരി, അത് കഴിഞ്ഞപ്പോൾ പോയി അമേദ്യത്തിൽ ചാരി. മനസ്സിലായി? ഇപ്പം അമേദ്യം മണത്തിരിക്കുകയാണ് ശ്രീമതി ആന്റിക്കും ശ്രീകുട്ടിക്കും. കാരണം എന്തിനോട് നമ്മൾ ചേരുന്നു അതായിട്ട് മാറും നമ്മൾ. അപ്പോൾ കപട ഗുരുവിൻ്റെ ഈ കപട ദർശന സ്വഭാവങ്ങളൊക്കെ കിട്ടി അവരെ ഗുരുദർശനം എന്നുള്ള രീതിയിൽ കപട ഗുരുവിൻ്റെ കാൽക്കളി വീണു. അവരുടെ പങ്കുകളും അവർ തുണി കഴുകിയ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ അടിമയായി മാറും, ആത്മീയ അടിമയായിട്ട് മാറും. ഇത്തിരിയെങ്കിലും ഭാഗ്യവും പുണ്യമുള്ളവരാണ് ഇവരിൽ നിന്ന് അകന്നു പോയത്.
ഈ അമൃതാജിനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അടുത്തായിരുന്നു. മാത്രമല്ല ഈ വെക്കുന്ന 4 പേര് അത് ആനുപാതികമായിട്ട് എണ്ണം കൂടി വരും. പക്ഷെ അപ്പൊ അവരെല്ലാവരും അതിൽ പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെയൊന്നും പാടില്ല. അപ്പൊ പിന്നെ എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് അവസാനം ശിഷ്യന്മാർ ചോദിച്ചു വരുന്നുണ്ട്. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണമെന്ന് ഗുരു എടുത്തു പറയും. ഈ 4 പേരും ഒരു അഭിപ്രായമായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു, അപ്പൊ അതെങ്ങനെ ഈ 4 പേർക്ക് ഒരു അഭിപ്രായം വരും? അപ്പോഴാണ് ഗുരു പറയുന്നത് അത് ഗുരുവാക്കനുസരിച്ച് പോകണം. എനിക്ക് തോന്നുന്നു മന്ദബുദ്ധിയാണ് ഇത്, ഇനി മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കണമെന്ന് അറിയാമല്ലോ ഈ ശ്രീമതി ആന്റി. കാരണം ഗുരു ആ ഡിസ്കഷൻ പറയുന്നുണ്ട് 4 പേർക്ക് ആനുപാതികമായിട്ട് ഈ സന്യാസിമാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിന് മാറ്റം വരും. അങ്ങനെ മാറ്റം വരുമെന്ന് ഗുരു ആ ഡിസ്കഷനിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഗുരു അവസാനം പറയുന്നുണ്ട് ഇതെങ്ങനെ ഒരേ അഭിപ്രായത്തിൽ പോകും, അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ഒരേ അഭിപ്രായത്തിൽ പോകണം. അപ്പൊ ഇതെങ്ങനെ ഗുരുവാക്കനുസരിച്ച് പോകണം. ഗുരുവാക്കെന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ കപട ഗുരുവിന്റെ കാര്യമല്ല ഗുരു പറഞ്ഞത്. ആ കപട ഗുരു അന്ന് ആ ഡിസ്കഷനിലുണ്ട്. ഇപ്പറ്റെ പറഞ്ഞാൽ പോരെ, ഇത് ഇവള് പറഞ്ഞ കേട്ട് പോയാൽ മതി പറഞ്ഞാൽ പോരെ. അപ്പൊ ഗുരു എന്താ പറഞ്ഞത്? ഗുരുവാക്ക് അനുസരിച്ച് പോകണം. ഗുരുവാക്ക് എങ്ങനെയാണ് അനുസരിക്കുന്നത്? ഗുരു എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പരമ്പര കൽപ്പാന്തത്തോളം എങ്ങനെ പോകണമെന്ന് ഇത് സ്ഥാപിച്ച ഈ ശാന്തിഗിരി പരമ്പര പിന്നെ എന്താ സ്ഥാപിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പോകണമെന്നുള്ളത്. അല്ലാതെ ഓരോ കപട ഗുരുക്കന്മാരുമായിട്ട് അവർക്ക് തോന്നുന്ന പോലെ മാറ്റിമറിക്കാനുള്ളതല്ല. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കുറവ് കൊണ്ടാണോ അത് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കൊടുത്ത ഒരു സാമ്പത്തികമല്ല ഭൗതിക നേട്ടം മനസ്സിലായില്ലേ? ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കൊടുത്ത ആ ഒരു സന്തോഷത്തിൽ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ പോലെ തെറ്റാണെന്ന് അറിയാൻ പറയണത്. എന്നാലും കാരണം വെച്ചാൽ ശ്രീകുട്ടിയെ പോലെയല്ല ശ്രീമതി ആന്റി. ശ്രീമതി ആന്റി എന്ന് പറഞ്ഞാൽ ഈ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അന്നത്തെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഭർത്താവും ഞാനും സ്വർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഗുരു തന്ന കടാക്ഷമാണ് എൻ്റെ ഭർത്താവ്, സ്നേഹനിധിയായ ഭർത്താവ്, 2 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ വാനോളം പുകഴ്ത്തിയ ശ്രീമതി ആന്റി. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് ഈ അമൃത ഗുരുവിൻ്റെ കൂടെ കൂടിയപ്പോൾ എന്തു പറ്റി? ഭർത്താവിനെ കളഞ്ഞ് ഒരു കാമുകനും കിട്ടി, അവനെ പിന്നെ കല്യാണവും കഴിച്ച്, അങ്ങനെ ആ രീതിയിലൊക്കെ മാറി. മനസ്സിലായില്ലേ? ആ രീതിയിൽ മാറിക്കോട്ടെ, അത് അവരുടെ സ്വകാര്യതയാണ്. പക്ഷെ അങ്ങനെ സ്വന്തം ജീവിതം ഗുരുവിന്റെ ഇച്ഛപ്രകാരം ജീവിക്കാത്ത ഒരാൾക്ക് ഗുരുവിന്റെ ആശയത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ്? മനസ്സിലായി? അവര് ആശയത്തെ ബലി കൊടുത്തു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ബലി കൊടുത്തപ്പോ അവർക്കൊരു മാതൃക ആകാനുള്ള ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഗുരു അത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീത്തയായി പോയപ്പോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി? ഇനി ഭാവി തലമുറയിലെങ്കിലും ഇങ്ങനത്തെ ഒരു സംസ്കാരത്തിൽ കൊണ്ടുവരാതിരിക്കട്ടെ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. അവരുടെ മക്കളായാലും കൊള്ളാം. അതായത് ശ്രീകുട്ടിക്ക് ഇനി മക്കളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആ മക്കൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ എന്താ പറയുക, നല്ല രീതിയിൽ വളർത്താൻ പറ്റട്ടെ. അപ്പൊ അടുത്ത കാര്യം, ഗുരുവാക്കിന് അപ്പുറം തെറ്റിക്കാനേ പാടില്ല. അതിൽ ഒരാളെങ്കിലും ആ വാക്കിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരെ അപ്പോഴേ മാറ്റിക്കോളാം. അങ്ങനെയാണ് ഗുരു പറയുന്നത്. ഗുരുവാക്കിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇന്ന് ഈ ആശ്രമത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുവാക്കിനെതിരായിട്ട് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നത് അമൃതാജിന്യാണ്. അവരുടെ പ്രവർത്തന വൈകല്യം കൊണ്ട്, അവരുടെ ഭക്ഷണത്തരം കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് അധപ്പതിച്ചു പോയത്. നല്ല രീതിയിൽ പ്രസ്ഥാനം കൊണ്ടുപോകാവുന്ന യോഗ്യതപ്പെട്ട ഒട്ടനവധി ശിഷ്യന്മാർ ഗുരുവിനുണ്ടായിരുന്നു. മനസ്സിലായോ? അവരുടെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് ഒരു അധമനെ കൊണ്ടുവന്ന്, ഗുരുരത്നൻ എന്ന് പറയുന്ന ഹരികുമാർ എം എന്ന് പറയുന്ന അധമനെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കാത്ത വൃത്തികേടൊന്നുമില്ല അവന് വെച്ചോ. അവന് വെച്ച ആൾക്കാരെ ഭയപ്പെടുത്തി അധികാര സ്ഥാനങ്ങളിലൊക്കെ ഗുരുവിന്റെ പണം കൊടുത്ത് സ്വാധീനം ഉണ്ടാക്കി ഈ മഞ്ഞ വേഷവും ധരിച്ച്. എന്നുവെച്ചാൽ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങിയാൽ അറിയാം ഇവനെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ വൃത്തികേടുകൾ പൊതുജനത്തിനറിയാം. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം. അതുകൊണ്ടാണ് പ്രശസ്തരായ പലരും ഇന്ന് ആശ്രമം വിട്ടു പോയത്. കാരണം ഇവൻ പോയി പലയിടത്തും വെള്ളമൊഴിച്ച് പെണ്ണ് പിടിച്ച് നടത്തിയ ആഭാസത്തരങ്ങൾ കേട്ടിട്ട്. മനസ്സിലായോ? എങ്ങനെയാണ് മദ്യക്കേസ് ഉണ്ടായത്? ഈ അമൃതാജിന്റെ നിർദ്ദേശപ്രകാരം അങ്കമാലിക്കാരനായ ഒരു പയ്യനെ പറ്റിച്ചിട്ട് 70 ലക്ഷം രൂപ പറ്റിച്ചിട്ട് മദ്യനിർമ്മാണ ഫാക്ടറി ഒന്നത്. പിന്നെ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ഇവൻ ഗുരുരത്നൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, അവരുടെ സ്വത്തൊക്കെ തട്ടിച്ചെടുത്തു, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരെ മകനെ വിവാഹം കഴിച്ചിട്ട് ഡൈവേഴ്സ് ചെയ്യായിരുന്നു, അവരുടെ കൂടെ കൂടി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടുണ്ടായി? അത് തെറ്റ് സംഭവിക്കുകയല്ല, തെറ്റ് ചെയ്യല്ല അവൻ ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത എന്തോരം സ്ത്രീകൾ അവനെ കുറിച്ച് പരാതി പറഞ്ഞു. കൊല്ലം മയ്യനാടുള്ള ദയാജന്യ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് വിട്ടു പോകേണ്ടി വന്നത്? ഇവന്റെ ഉപദ്രവം കാരണമാണ്, ഇവന്റെ ഭക്ഷണത്തരം കാരണമാണ്. പിന്നെ ദർശനം, അമൃതാജിന്റെ കപട ദർശനങ്ങൾ പറയിപ്പിച്ച് മടുത്തിട്ടാണ്. മനസ്സിലായോ?
അവരൊക്കെ ഗതികേട് കൊണ്ടുപോയതാണ്. നിസ്സംഗാജന്യം എന്തുകൊണ്ട് പോയി? അങ്ങനെ ഒരുപാട്. അത് കഴിഞ്ഞ് എത്രയോ ജന്യമാര് പോയി. അപ്പോൾ എല്ലാവർക്കും ഗുരുവിന്റെ ആശയത്തിനോട് എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞത്, ഒരു സന്യാസി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ നല്ല രീതിയിൽ, ജ്യോതിരൂപസ്വാമി എന്ന് പറയും, അയാൾ നല്ല രീതിയിൽ ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചിട്ട് ഇവിടുത്തെ ആശയത്തിൽ ആകർഷണമായിട്ട് സന്യാസം സ്വീകരിച്ചാണ്. അയാൾക്ക് അവസാനം തെറ്റ് സംഭവിച്ചു. കാരണം വെച്ചാൽ അയാൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഈ വൃത്തികേടുകളാണ് നടക്കുന്നത്. പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ വേഷം ഇട്ടിട്ട് ഈ വൃത്തികേട് കാണിക്കാൻ എന്നെ കൊണ്ട് വയ്യെന്നും പറഞ്ഞ് അയാളൊരു വിവാഹം കഴിച്ച് ആ ഡ്രസ്സ് ഊരി മാറ്റിയിട്ട്, അതാണ് അന്തസ്. മനസ്സിലായി? അവനവനെ കൊണ്ട് പാടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അത് ഊരി വെച്ചിട്ട് വിവാഹം കഴിച്ച് താമസിക്കോ, ഒരു കുഴപ്പമില്ലല്ലോ. അത് അന്തസ്സാണ്. മനസ്സിലായില്ലേ? ആദ്യം ഇവരുടെ കൂടെ കൂടി അത് അയാൾ ആദ്യം പോയിട്ട് പിന്നെ പിടിച്ചോണ്ട് വന്ന് കുറെ ഇഞ്ചക്ഷൻ കടിച്ച് ഇവിടെ ഇട്ടു. കാരണം അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് പുള്ളിനെ പുറത്തു വിട്ടത്. കാരണം ഈ കൊള്ളസംഘത്തിൽ കൂടെ നിൽക്കുന്നവർ ഒരാൾ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നെങ്കിൽ അയാളെ കൊല്ലണം, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലീക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഈ പറയുന്ന അപായപ്പെടുത്തുന്നതല്ല, മരുന്ന് കൊടുക്കുന്നതും ഭ്രാന്തിനുള്ള മരുന്ന് കൊടുക്കുന്നതും എല്ലാം അതിനു വേണ്ടിയാണ്, സേഫ്റ്റി. ഇവർ ചെയ്തങ്ങനെ വൃത്തികേടൊന്നും പുറം ലോകം അറിയുന്നു. അപ്പം എന്താ പറയുക, ഗുരു പറഞ്ഞ കാര്യം ഈ തെറ്റ് സംഭവിച്ചാൽ പുറത്താക്കണം. അങ്ങനെ പുറത്താക്കണേ അമർതാജിന്റെയും ഗുരുരന്ദനെയും പടിയടച്ച് പിണ്ടം വെക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞു. മനസ്സിലായോ? ആശ്രമത്തിൽ ഇവരെ പടിയടച്ച് പിണ്ടം വെച്ച് അവിടെ ശുദ്ധികലശം ചെയ്യണം. എങ്ങനെ? പനിനീരും പുഷ്പവും എല്ലാം തളിച്ച് എല്ലാം നല്ല രീതിയിൽ പവിത്രമാക്കണം അവിടെ. കാരണം അത്രക്ക് മലിനമസമാക്കിയിരിക്കണം ആശ്രമത്തിൽ. ഇത് മാത്രമല്ല, കൂടോത്രപരമായ ഒരുപാട് കാര്യങ്ങൾ. മനസ്സിലായി? നാണയത്തിൽ ഗുരുവിന്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞ് ഈ വെൽവെറ്റ് ത്രികോണത്തിലും വട്ടത്തിലും ഒട്ടിച്ച് വിശ്വാസി പരമ്പരകൾക്ക് ഇവർ മന്ത്രവാദം ചെയ്തു കൊടുക്കുക. ഈ പറയുന്ന ഈ ഓങ്കാരത്തിനകത്ത് മന്ത്രവാദം ചെയ്തു കൊടുക്കുക. കാരണം ഈ ഓരോ സ്ഥലത്ത് ചിപ്പ് വെക്കും പോലെയാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചിപ്പ് വെച്ച് അവരെ നിയന്ത്രിക്കും പോലെയാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം. പക്ഷേ ഇപ്പം അതിൻ്റെ തിരിച്ചടികളെല്ലാം വന്നുകൊണ്ടിരിക്കുക, തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ആശ്രമത്തിൻ്റെ. ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്. മനസ്സിലായോ? അതിൻ്റെ കെടുതികൾ വിവിധ സ്ഥലങ്ങളിൽ കാണാനുണ്ട്. ഇപ്പം അടുത്ത കാര്യം. അപ്പൊ ഇതിൽ വളരെ വ്യക്തമായിട്ട് ഗുരു ഉണ്ടാവും ഇവിടെ എല്ലാ കാലത്തും എന്നുള്ളതിന് തെളിവാണ് ശരിക്കും പറഞ്ഞ ബയലോയെ കുറിച്ചുള്ള ഗുരുവിന്റെ ആ ഒരു ചർച്ച. ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ് എന്താണ്? എക്കാലത്തും ഈ പരമ്പരയിൽ ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും. അതാണ് ബ്രഹ്മസ്വീകരണാഗ്ര ഗുരു. അല്ലാതെ ഗുരുക്കന്മാരുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം തന്നിൽ തന്നെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, എന്ന് വെച്ചാൽ ഈ കലിയുഗം തുടങ്ങിയിട്ട് 2444 ആചാര്യന്മാരെ ഭൂമിയിലേക്ക് അയച്ച് ഈ ബ്രഹ്മനിശ്ചയപ്രകാരമുള്ള കർമ്മം ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ ബ്രഹ്മം തന്നിൽ തന്നെ സൂക്ഷിച്ചൊരു ജീവനെ ചന്ദ്രൂര് ചിറ്റേക്കാട്ട് വീട്ടിൽ ജനിപ്പിക്കുകയും, എന്ന് വെച്ചാൽ കാർത്യായനി ഗോവിന്ദൻ ദമ്പതികൾക്ക് ഗുരു ജനിക്കുകയും എന്നിട്ട് അത് വീട്ടുകാരെ പോലും അറിയിപ്പിച്ചില്ല. കാരണം അവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നപ്പോൾ ആ ദേവി പറഞ്ഞത്, കാരണം ഈ അമ്മൂമ്മയുടെ കൂടെയിൽ ഗുരുവിൻ്റെ അമ്മയുടെ കൂടെയാണ് ഗുരു ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം അപ്പോഴെന്ന് വെച്ചാൽ ഇത്രയും ചൈതന്യമുള്ള ഒരു ദൈവിക ബ്രഹ്മത്തിൽ സൂക്ഷിച്ചേക്കുന്ന ഒരു ഈ ജീവനാണ് ജനിച്ചേക്കെന്നുള്ള അറിയാനുള്ള കഴിവൊന്നും നമ്മുടെ കുടുംബത്തിനില്ല. വളരെ എന്താ പറയുക, സാധു കുടുംബമാണ്, ഈ ആത്മീയപരമായിട്ട് വലിയ പരിജ്ഞാനമില്ലാത്ത കുടുംബമാണ്. പക്ഷെ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് ജനിപ്പിക്കുകയാണ് ബ്രഹ്മം. അങ്ങനെ ഒളിപ്പിച്ച് ജനിപ്പിച്ച് ആശാങ്കളരി പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ആശാങ്കളരി മാത്രം പോയിട്ട് അവിടുത്തെ അക്ഷരാഭ്യാസങ്ങൾ കുറച്ച് പഠിച്ചിട്ട് ആ ആശാൻ മുഖേനെ വീട്ടുകാരറിയാതെ ഒരു ആശ്രമത്തിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ശിവഗിരി വന്നിട്ട് ശിവഗിരിയിൽ നിന്ന് പിന്നെ 17 വർഷം നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചിട്ട് നേരെ പോത്തങ്കോട് വന്ന് അതേ ശിവഗിരി തന്നെ ഒരു ശാന്തിഗിരി എന്ന് പറയുന്ന ഒരു കുന്നിൽ ആ ഒരു ചെറിയ ആശ്രമം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു ക്ഷേത്രമായിട്ട് മാറി. അത് കഴിഞ്ഞിട്ടാണ് ഈ തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിൽ വന്നിട്ട് ഒരു ആശ്രമം സ്ഥാപിക്കുന്നത്. മനസ്സിലായോ? എന്നാ എന്താ പറയുക, ശിവഗിരിയിൽ ഗുരു പോയി നിന്ന് ശാന്തിയായിട്ട് നിന്നില്ലേ? 17 വർഷം നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചില്ലേ? ഇനി അടുത്ത ഗുരു ഞാനാണെന്ന് പറഞ്ഞ അവിടെ കയറി ഇരുന്നില്ലല്ലോ. ഇരുന്നോ? ഹിന്ദിവർ കാണിക്കും പോലെ ഞാനും ശിഷ്യനാണ്, ഞാൻ ഇന്ന് അടുത്ത ഗുരുവാണെന്ന് പറഞ്ഞ് ശിവഗിരി കയറിയിരുന്നില്ല. ഗുരുവിന്റെ ആശയം ഇത് ഈ വഴി ഇതല്ല, എൻ്റെ ബ്രഹ്മനിശ്ചയ പ്രകാരമുള്ള നിയന്ത്രണം ബ്രഹ്മത്തിന്റെ കയ്യിലായതുകൊണ്ട് ഗുരു ഓരോ ഘട്ടങ്ങളും ഓരോ അവസ്ഥകളും ഓരോ സന്ദർഭങ്ങളും ഗുരുവിനെ ഓരോ പടി ബ്രഹ്മം കടത്തി വിട്ടു. അതിന് ഓരോ ഗുരുക്കന്മാരുടെ അടുത്തും ഓരോ സ്ഥലത്തും ഗുരുവിനെ കൊണ്ടുപോയി നിർത്തി സാഹചര്യവശാൽ. മനസ്സിലായോ?
അങ്ങനെയാണ് ഗുരു പടിപടിയായിട്ട് കയറിപ്പോയത്. ഈ പറയുന്ന അമർദാസ് എന്ന് പറയുന്നവർക്ക് ഗുരുവാകാനാണെങ്കിൽ അവർക്ക് രാമൽക്കമേടിലോ അവരുടെ വീട്ടിലോ പോയി ഗുരുവായിട്ട് ഇരുന്നാൽ പോരെ? ഇവിടെ നിന്ന് കിട്ടിയ ഈ ആത്മീയ അനുഭവം വെച്ചിട്ട് അവിടെ പോയിരുന്നാൽ പോരെ? ഇവർക്ക് ഇവരിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഇവർ ഗുരുവാണെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇവരെ തേടി അവിടെ ചെല്ലില്ലേ? അതേസമയത്ത് ബ്രഹ്മശ്രീ കരുണാകരഗുരുവിന് ബ്രഹ്മനിശ്ചയപ്രകാരം വന്ന ഗുരുവിന്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും ചവിട്ടിമെതിച്ച് സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി സുഖലോലുകൾക്ക് വേണ്ടി ഈ ആശയത്തെ മാറ്റിമറിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ഇവര് പറഞ്ഞ് പൊതപ്പിച്ച് എന്താ പറയാ, എന്നൊരു ഗുരു ഉണ്ടാകും. ഗുരു പറഞ്ഞിട്ടാണ് എക്കാലത്തും ബ്രഹ്മനിശ്ചയ, ഗുരു പറഞ്ഞതല്ല, ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പാണ്. എക്കാലത്തും ആത്മീയാനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടാവും. ആത്മീയാനുഭൂതി എന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. കാരണം ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഗുരുവിന്റെ ആത്മ ചൈതന്യത്തോട് ചോദിച്ചിട്ടാണ്, ദർശനത്തിലൂടെ ചോദിച്ചിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ ശിഷ്യന്മാർ, അത് അമർദാസിന്റെ മാത്രം പേറ്റന്റ് അല്ല, ഒരുപാട് ശിഷ്യന്മാർക്ക് കിട്ടുമായിരുന്നു. ഗൃഹസ്ഥശിഷ്യർക്കും അതിൽ കൂടുതൽ കിട്ടുമെന്ന് ഗുരു ആ ബൈലോയുടെ ഇതിനെ കുറിച്ച് ഡിസ്കഷനിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഇത്ര പച്ചക്കള്ളം പറയാനായിട്ട് ഈ പറയുന്ന ശ്രീമതി ആന്റിക്ക് ലജ്ജയില്ലെന്ന് ഞാൻ അറിയുന്നു. സഹതാപം തോന്നുന്നു ഇവരാണ്. മനസ്സിലായി? ഇത്രയും വൈകൃതമായിട്ട് ഈ പറയുന്ന അമർദാസിന്റെക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് വികലമാക്കി, ഗുരുവിന്റെ ആ വാക്കുകളെ വികലമാക്കി സംസാരിക്കാൻ സഹതാപം. മനസ്സിലായി? ഇതൊക്കെ ഇവരനുഭവിച്ചു നിൽക്കേണ്ടി വരും, അതിൽ യാതൊരു തർക്കമില്ല. അപ്പൊ അടുത്ത കേൾക്കാം. കൂടാതെ ഇപ്പൊ അതിനകത്ത് ഇവര് രണ്ടുപേരും ഞാൻ ഇരിക്കുമ്പോ തന്നെ ഇങ്ങനെ ഭരിച്ച് തെറ്റിച്ചിരിക്കുന്നു, അതിനുശേഷം ഇതെല്ലാം എന്റെ മേലല്ലേ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭരിക്കുന്നതിന്റെ കുറവെല്ലാം ഗുരുവിന്റെ മേലാണ് വരുന്നത്. പക്ഷേ ഈ ഭരിക്കുന്ന രംഗത്തുള്ള മനുഷ്യരുടെ കുറവുകളാണ് ഇതെല്ലാം. പറയുന്നതായിട്ടില്ലേ? അത് ശ്രീമതി ആന്റി പറഞ്ഞ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഭരിച്ച് നശിപ്പിച്ച് വെച്ചേക്കല്ലേ, അതെല്ലാം എന്റെ പുറത്തല്ലേ വരുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോഴത്തെ നടക്കുന്നതെല്ലാം എന്താ പറയുക, ഗുരുവിന്റെ പുറത്താണ് വരുന്നതെന്ന് പറയുമ്പോൾ ശിഷ്യഭൂതം മുതുകത്താണ് വരുന്നത് എന്നാണ് ഇവ ശ്രീമതി ആന്റി പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ഗുരു ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടന്നതുപോലെ തന്നെ ഇപ്പോഴും നടക്കണമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ച് ഇവരുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ, ഇവരുടെ കാൽക്കീഴിലാക്കി വെച്ചിരിക്കുക. എന്നിട്ടും ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഗുരു ചെയ്തതുപോലെയാണ് ഇപ്പോഴും എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? അടുത്ത ഗുരു എക്കാലവും ഈ പരമ്പരയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ഡിസ്കഷനില്ലാതെ ഏത് രീതി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രീകുട്ടി പിന്നെ പറയുകയാണ്, ഗുരു എക്കാലത്ത് ഈ പരമ്പരയിൽ ഗുരു ഉണ്ടാവുമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെന്ന്. മനസ്സിലായോ? ഈ ബൈലോട്ട് ഡിസ്കഷൻ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ശ്രീകുട്ടിക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ അവിടെ സ്ഥാപിക്കാനായിട്ട് പിടിക്കാൻ ഒരു പിടിയില്ല വേറെ, അതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. കാരണം ഒരിക്കൽ പറഞ്ഞ് അന്നത്തെ ശിഷ്യ സമൂഹത്തിന് വിവരമില്ലാത്ത കൊണ്ടാണ്, അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ്. ആ കഴിവില്ലാത്തതിൽ ഈ പറയുന്ന ശിഷ്യപരാജിത ഉണ്ടായിരുന്നു. അത് നമ്മൾ സൂചിപ്പിച്ചപ്പോഴാണ് ശ്രീകുട്ടിക്ക് മനസ്സിലായത്. അപ്പൊ എന്ത് ചെയ്ത് വാക്ക് മാറ്റി പറഞ്ഞു. മനസ്സിലായ? അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ ഏതൊക്കെയോ പുസ്തകം വായിച്ചു, ഏതൊക്കെയോ ആശ്രമങ്ങളിലും ഒരു പുണ്യ സങ്കേതങ്ങളിലും പോയിട്ട് അവിടുത്തെ അടുക്കള വായിൽ എത്തി നോക്കി അവിടെ നിന്ന് കിട്ടിയ കൊതിയും നുഴയക്കണി ഇവിടെ പറയണത്. അല്ലാതെ ബ്രഹ്മശ്രീ കരുണാകരൻ ഗുരു പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് പറയാനുള്ള ആർജവൊന്നും ഇല്ല. ഇത് മറ്റേ എന്തിനോട് ചേരും അതുപോലെ ആവുമെന്ന് പറഞ്ഞ പോലെ ശ്രീമതി ആന്റിയുടെ പഴയ കഴിവുകളും. മനസ്സിലായി? ഇപ്പൊ സുഗലോലുപതയിൽ മൊഴി കണക്കി ഒരു കാമുകന് ഭർത്താവിനെ കിട്ടിയപ്പോ ആ കാമുകൻ ഇപ്പൊ ഭർത്താവായപ്പോ എന്ത് പറയുന്നു, സ്ത്രീ എന്ത് പറയുന്നു എന്ന് ആലോചിച്ചിട്ട് വേണം ശ്രീമതിക്ക് മൊഴിയാനായിട്ട്. മനസ്സിലായി? ശ്രീമതി എല്ലാം ചോദിക്കുന്നു, സ്ത്രീ പറയൂ, ശ്രീകുട്ടി പറയൂ എന്നാണ് പറയുന്നത്. ശ്രീകുട്ടി ഇവിടുത്തെ എന്താ പറയാ, എല്ലാത്തിൻ്റെയും ഇപ്പൊ പറഞ്ഞു വന്നാല് ഗുരുവിന്റെ അപ്പുറത്തുള്ള ആളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായ? ഗുരുവിനേലും ജ്ഞാനമുള്ള ആളാണെന്ന് ധാരണയില്ല ആണ് ഇതെല്ലാം പറയുന്നത് ഇരുന്നുണ്ട്. അടുത്തേത് ഇല്ല. പക്ഷേ ഇനിയിപ്പം കുറച്ചു പേരിരുന്ന് പിന്നെ ഒരു ബൈലോ ഉണ്ടാക്കിയപ്പോൾ പോലും അത് എഴുതി ചേർത്ത് ബൈലോ ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ ഗുരു എന്ന് പറയുന്ന ഒരു വിഷയം ആശ്രമത്തിൽ എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മുടെ ഗുരു അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ച എല്ലാ മാസികകളിലും എല്ലാ കാര്യത്തിലും ആശ്രമ ഉദ്ദേശത്തിൽ വ്യക്തമായി പറയുന്ന കാര്യമാണല്ലോ ഈ പരമ്പരയിൽ എക്കാലത്തും ഒരു ഗുരു ഉണ്ടാകുമെന്നുള്ളത്. അപ്പം അതാണല്ലോ യഥാർത്ഥ ബൈലോ. ആശ്രമത്തിൽ ഒരു എല്ലാ മാഗസിനിലും ഉണ്ടാവുമായിരുന്നു ആശ്രമ ഉദ്ദേശം എന്ന് പറഞ്ഞത്. ഈ പൊട്ടന് മനസ്സിലാകാത്ത കൊണ്ടാണ്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗുരു അല്ല പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പാണ്. ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മീയാനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും എന്നാണ്. മനസ്സിലായി? അല്ല ഗുരു പറഞ്ഞതല്ലത്.
അത് എല്ലാ മാഗസിനുകളിലും ഉണ്ടായിരുന്നു. ആശ്രമോദ്ദേശം എന്ന് പറയുന്ന ആ പോർഷനിൽ അത് ഞാൻ വായിക്കാം, ശ്രീമതി ആൻറ്റി വായിക്കുന്നുണ്ട്, എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം. കാരണം വെച്ചാൽ ഈ എക്കാലത്തും ഒരു ഗുരു ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഗുരുക്കന്മാരുണ്ടാവുമെന്നല്ല. അതാത് കാലത്ത് ഒരുപാട് ഗുരുക്കന്മാരുണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. ആത്മീയാനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടാവും. അപ്പോൾ ആ ഗുരുവിനോടാണ് നമ്മൾ ബ്രഹ്മപ്രകാശി ഗുരുവിനോട് ദർശനത്തിൽ ചോദിച്ചിട്ടാണ് ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ തന്നെ ഗുരു ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു. എങ്ങനെ? ഞാൻ ദേഹവിയോഗം ചെയ്താലും ഞാൻ ഉണ്ടെങ്കിലും ഭൗതികമായിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സിസ്റ്റമാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അത് കാണിച്ചു തന്ന ഒരു വഴിയാണ്. അല്ലെങ്കിൽ ഗുരുവിന് പറഞ്ഞുകൂടെ ഓരോ കാര്യങ്ങൾ? പക്ഷെ അങ്ങനെയല്ല. ഗുരു പരമ്പര കൽപ്പാന്തത്തോളം നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഗുരു ഉണ്ടാവും. ആ ഗുരുവിനോടാണ് ചോദിച്ചിട്ട് നമ്മൾ അറിയുന്നത്. അത് ഈ എന്താ പറയുക, ഗുരു ആ കാര്യങ്ങളിൽ ബൈബിൾ സെറ്റ് ചെയ്യുമ്പോഴേ പറയുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് ഒരു പ്രിവിലേജ് പാടില്ലെന്ന് പറയുന്നുണ്ട്. അവര് തെറ്റായിട്ടാണ് പറയണമെങ്കിൽ എന്ത് ചതിച്ചു കളഞ്ഞ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗുരു. ആ ബൈലോ ആ ബൈലോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് പിൻ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ കേൾക്കാനാണെങ്കിൽ ഗുരുവാണി 155, 156 അതും ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും. അപ്പം അടുത്ത കാരണം എന്ന് വെച്ചാൽ ആശ്രമ ഉദ്ദേശത്തിൽ ഗുരു വ്യക്തമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്. കാര്യം ഗുരു ഉണ്ടാകും, ഈ പരമ്പരയിൽ ഒരു ഗുരു ഉണ്ടാകും എന്നുള്ളത് എപ്പോഴും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പോലും പുള്ളി അതിനെ വളച്ചൊടിച്ച് മാറ്റിയിട്ട് പറയുന്നു ഒരു ഗുരു ഉണ്ടാകും, എക്കാലം ഒരു ഗുരു. അപ്പൊ കേട്ടില്ലേ? ഇതിനല്ലേ ഞാനും പറഞ്ഞത്, ഈ പരമ്പര എക്കാലത്തും ഒരു ഗുരു ഉണ്ടാവും എന്നാണ് ഞാനും പറഞ്ഞത്. അല്ലാതെ ഒരേ ഒരു ഗുരു ഉണ്ടാവുമെന്നല്ല, ഈ പരമ്പരയിൽ എക്കാലത്തും ഒരു ഗുരു ഉണ്ടാവും. അപ്പൊ ശ്രീമതി ആൻറ്റി അവിടെ ഇരുന്ന് പറയണം മണ്ടനെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടിയാണ് ഇരുന്ന് എന്നെ കുറിച്ച് പറഞ്ഞ മണ്ടൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്വയം കണ്ണാടി നോക്കി വിളിക്കേണ്ടതാണ് മണ്ടൻ എന്നല്ല, മണ്ടി എന്ന് വിളിക്കണം. മരമണ്ടി എന്നാണ് വിളിക്കേണ്ടത് ഈ കാര്യത്തിൽ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ എന്താണ്, ശ്രീകുട്ടി പറഞ്ഞ അതേ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഈ പരമ്പരയിൽ എക്കാലത്തും ഒരു ഗുരു ഉണ്ടാവും, അല്ലാതെ ഓരോ സമയത്തും ഓരോ ഗുരുക്കന്മാരും ഉണ്ടാവും എന്നല്ല പറഞ്ഞേക്കുന്ന ഗുരു. അല്ല, ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ്. അപ്പൊ അടുത്ത കാര്യം അപ്പൊ എന്താന്ന് വെച്ചാൽ പുള്ളി എല്ലാത്തിനും പുള്ളിയുടേതായ രീതിയിൽ വളച്ചൊടിക്കുകയാണ്. എക്കാലവും ഒരു ഗുരു ഉണ്ടാവുമെന്ന് പുതിയ ഒരു ന്യായം. അതെങ്ങനെ ശരിയാവും? ഇവനും മണ്ടനാണെന്ന് മനസ്സിലായി. എങ്ങനെ പ്രതിപക്ഷ ബഹുമാനത്തോടെ എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു? പുള്ളിയുടെ ഒരു പുതിയ ന്യായമുണ്ട്, എക്കാലത്തും ഒരു ഗുരു ഉണ്ടാവും. ഇതെല്ലാവരും പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ശ്രീമതി ആൻറ്റി ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടില്ലേ, ഗുരുവിന്റെ 70ാം ജന്മദിന പതിപ്പെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 2 ബുക്കുണ്ട്. എന്ന് വെച്ചാൽ 70ാം ജന്മദിന പതിപ്പുണ്ട്, ഗുരുവിന്റെ സപ്തതി ആ ജന്മദിന പതിപ്പുണ്ട്. കാരണം ഗുരു എപ്പോഴോ ആഘോഷിച്ചിരിക്കുന്നത് ഗുരുവിന്റെ ജന്മദിവസത്തെ ഒരു ജന്മദിനമായിട്ട് കണക്കൂട്ടിക്കൊണ്ടാണ് ഗുരു നമ്മൾ ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഗുരുവിന്റെ 2ാമത്തെ ജന്മദിനം എന്നുള്ള കണക്കിലാണ് ഗുരു ആഘോഷിച്ചു വന്നത്. എന്നിട്ടിപ്പോൾ 1996 ഗുരുവിന്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ചിട്ട്, എന്നുവെച്ചാൽ 70ാം ജന്മദിനമായിട്ട് ആഘോഷിച്ചിട്ട് 97 സപ്തതിയായിട്ട് ആഘോഷിച്ചു. അപ്പം ജന്മദിന പതിപ്പുണ്ട്, സപ്തതി പതിപ്പുണ്ട്. അത് ഞാൻ കാണിക്കാം, ഇത് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അവരെ ആ ബുക്കൊന്ന് പരിചയപ്പെടുത്തുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു. ഇപ്പൊ ആ പുസ്തകത്തിൽ അത് കറക്റ്റ് വാചകം ഒന്ന് വായിച്ചേ. ഇത് ഗുരു ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇപ്പൊ ഇത് ഗുരുവിന്റെ 70ാം ജന്മദിന പതിപ്പ്. ശ്രീമതി ആൻറ്റി ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, ഇതാണ് 70ാം ജന്മദിന പതിപ്പ് ഗുരുവിന്റെ. സപ്തതി അല്ല, ജന്മദിന പതിപ്പ്. അപ്പൊ അത് ഇങ്ങനെ വായിക്കുകയാണ്. ഇതിന്റെ അവസാനം ഇതിനെക്കാലത്തും ആശ്രമോദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ് പോർഷൻ, ഈ 70ാം ജന്മദിന പതിപ്പിൽ. അപ്പൊ ഇതിൽ ഈ അവസാനത്തെ ഭാഗമാണ് ശ്രീമതി ആൻറ്റി വായിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് 70, ഇത് സപ്തതി പതിപ്പ് ഗുരുവിന്റെ, ഗുരു സപ്തതി. ഇതിന്റെ അവസാനവും അത് തന്നെ ഉണ്ട്. മനസ്സിലായത്? ഇത് ഇച്ചിരി കളർഫുള്ളാണ്. 97 ഇറക്കിയതാണ് ആശ്രമോദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 ബുക്കും ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അതിന്റെ 2 ബുക്കിനെ വായിക്കാം. ശ്രീമതി ആൻറ്റിയുടെ അടുത്ത ബുക്കിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം. ഇതിലെ അവസാന ഭാഗത്ത് ആശ്രമോദ്ദേശം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 7ാമത്തെ ആ കാര്യത്തിലാണ് ഇത് പറയുന്നത്. ലോക ഗുരുക്കന്മാരും അവരുടെ വാക്കുകളും നമുക്കെന്നും ആദരണീയമായിരിക്കണം. ഈ കാര്യങ്ങൾ എല്ലാ ദിവസവുമുള്ള അനുഷ്ഠാനങ്ങളിൽ ഉണ്ടായിരിക്കണം. ഈ സംഗതികൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. കേട്ടില്ലേ പറഞ്ഞത്?
ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിന് എക്കാലത്ത് ഒരു ഗുരു ഉണ്ടാവുമെന്ന്. അതാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരു. അല്ലാതെ ഒരുപാട് ഗുരുക്കന്മാർ കാലാകാലം വരുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഇതാണ് ആശ്രമോദ്ദേശം. ഇത് ഞാൻ ഫുള്ള് വായിക്കും. ഇതിൽ 7ാമത്തെ കാര്യമല്ല, ഇത് 7 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ഈ കാര്യം. ഇപ്പൊ ശ്രീമതി ആൻറ്റി വായിച്ചത്. അപ്പൊ ഞാനത് മൊത്തത്തിലൊന്ന് വായിച്ചിട്ട് ഇതിന്റെ സൈഡിൽ ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ കോപ്പി ഞാൻ കാണിക്കും. ആശ്രമോദ്ദേശം 1. ആത്മീയ അനുഭൂതി കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്നത് തെറ്റുകൂടാതെ മുന്നോട്ട് നയിക്കുക. അതാണ് 1ാമത്തെ ഗുരു പറഞ്ഞിരിക്കുന്ന ആശ്രമോദ്ദേശം. ഈ 2ാമത്തെ അവരവരിൽ ഉണ്ടാകുന്ന അനുഭൂതികൾ എങ്ങനെ ലോകത്തിന് പ്രയോജനപ്പെടണം, എക്കാലവും അവ എങ്ങനെ നിലനിർത്താൻ സാധ്യമാകും, അതിന് സാധ്യമാകുന്ന മാർഗം സ്വീകരിക്കുക. ഇതിൽ സ്നേഹം ഏറ്റവും പ്രധാന ഘടകമാണ്. സഹജീവികളോടൊന്നും മാത്രമല്ല, ഒരു ജീവിയോടും ദേഷ്യം തോന്നാതെ മനുഷ്യരോടെന്ന പോലെ എല്ലാ ജീവികളോടും ഹൃദയാനുകമ്പ ഉള്ളവരായിരിക്കുക. എല്ലാവരോടും മൃദുഭാവം, കരുണ, ക്ഷമ, അഹങ്കാരമില്ലായ്മ, സുഖത്തിലും ദുഃഖത്തിലും ഇളകിപ്പോകാത്ത മനസ്ഥിതി ഇവ ഉണ്ടായിരിക്കുക. ഇത്രയും കൊണ്ട് നിങ്ങൾ നിങ്ങളെയും ഈശ്വരനെയും സ്നേഹിക്കുന്നവരായി മാറും. ഇതാണ് 2ാമത്തത്. ഈ 3ാമത്തെ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ശ്രീകുട്ടി എപ്പോഴും വിമർശിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളാം. 3ാമത്തെ കാര്യം, മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇവ 3ലും നിങ്ങൾ പരിശുദ്ധി നേടാൻ ശ്രമിക്കുക. ഇതിന്റെ ഫലം ഈശ്വരനിൽ നിന്നും നിങ്ങൾക്കും ഈശ്വരൻ നിങ്ങളോടും സ്നേഹമുണ്ടാകും. ഇത് 3ാമത്തെ കാര്യം. ഇത് ശ്രീകുട്ടി പഠിക്കേണ്ടതാണ്, മനസ്സിലെത്തി പഠിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അവർ വായിച്ചില്ല. അപ്പൊ ഇനി 4ാമത്തത്. 4. അതിയായ സന്തോഷം, അസൂയ ഇവ ഭയപ്പെടേണ്ട വസ്തുക്കളായി സൂക്ഷിച്ചു കൊള്ളുക. എന്തെന്നാൽ ഇവ നിങ്ങളെ ഈശ്വരനിൽ നിന്ന് അകറ്റും. അതാണ് 4ാമത്തത്. 5ാമത്തത്, ശത്രുവിലും മിത്രത്തിലും മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും നിന്നയിലും തുല്യരായിരിക്കുക. ഈ ലോകം തന്നെ തറവാടെന്ന് കരുതുക. കാരണം നമുക്ക് വരുന്ന എന്തും, ശത്രുവായാലും കൊള്ളാം, മിത്രമായാലും കൊള്ളാം, മാനമായാലും കൊള്ളാം, അപമാനമായാലും, സ്നേഹമായാലും കൊള്ളാം, സ്തുതിയായാലും കൊള്ളാം, നിന്നയായാലും കൊള്ളാം, എല്ലാത്തിനും നമ്മൾ തുല്യരായിരിക്കണം. മനസ്സിലായോ? ഒരു അപമാനം വന്നാലും നമ്മൾ എന്താ പറയുക, നിസ്സംഗഭാവമായിരിക്കണം. സന്തോഷം വന്നാലും ആരെങ്കിലും പുകഴ്ത്തിയാലും നമ്മൾ അതിലൊന്നും നമ്മുടേതല്ല, അതൊന്നും നമ്മുടെ നമ്മൾ അതിലൊന്നും വീഴരുത്. മനസ്സിലായി? ഇനി 6ാമത്തെ കാര്യം, ആതുര ശുശ്രൂഷയും സേവന സന്നദ്ധതയും നമ്മുടെ വ്രതമായിരിക്കണം. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ കാര്യം. 7. ലോക ഗുരുക്കന്മാരും അവരുടെ വാക്കുകളും നമുക്കൊന്ന് ആദരണീയമായിരിക്കണം. അതാണ് 7 കാര്യങ്ങൾ. ഇതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ എല്ലാ ദിവസത്തിലുള്ള അനുഷ്ഠാനങ്ങളിൽ ഉണ്ടായിരിക്കണം. ഈ സംഗതികൾ ഇവിടെ പ്രസ്താവിക്കുന്നത് ഈ പരമ്പരയിൽ എക്കാലത്തും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പരമ്പരയിൽ എന്നും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്ന് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ ഗുരു പറഞ്ഞതല്ല, വേറെ ആരും പറഞ്ഞതല്ല. ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പാണ് ഈ പറഞ്ഞ കാര്യം. മനസ്സിലായി? അതിനെയാണ് വളച്ചൊടിച്ച് ഗുരുക്കന്മാർ വരും, അതാത് കാലത്ത് ഗുരുക്കന്മാർ വരും, മാറ്റിപ്പറയും, ഗുരുക്കന്മാർ കള്ളം പറയും എന്നൊക്കെ പറയാം, പറ്റിക്കും എന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ളവരെ പറ്റിച്ചോണ്ടിരിക്കുന്ന പലരും. അപ്പൊ അതിനെ സാധൂകരിക്കാൻ വേണ്ടി പണ്ടേ ഇങ്ങനെയാണെന്ന് പറയുകയാണ്. ഇത് സപ്തതിപ്പതിപ്പ് എന്നുവെച്ചാൽ ഈ 97 ഇറങ്ങിയതാണ്. അതായത് ഗുരുവിന്റെ 70 വയസ്സ് പൂർത്തിയായ സമയത്തിറങ്ങിയ, 72 എന്താ പറയുക വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് ഗുരു നമ്മളെ വിട്ടുപോയി ദേഹവിയോഗം ചെയ്തു. പക്ഷെ 70ാമത്തെ സപ്തതിക്ക് ഇറക്കിയതാണ് ഈ എഴുത്ത്. അല്ല, 70ാമത്തെ സപ്തതി 70 വയസ്സ് പൂർത്തിയായപ്പോൾ. ഇതാണ് 70ാമത്തെ ജന്മദിന പതിപ്പ്. ഇതിന്റെ അവസാന ഭാഗത്താണ് ഈ പറഞ്ഞ ശ്രീമതി ആൻറ്റി വായിച്ചതുള്ളത്. അത് ഫുള്ള് കാണിക്കുന്നില്ല. ഇത് കണ്ട, ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ബ്ലാക്ക് ആണെങ്കിൽ അതിന് കളറാണെന്ന് മാത്രമേ. ഇത് തന്നെയാണ് എല്ലാ ബുക്കിലുകളും ഉണ്ടായിരുന്നത്. അതൊക്കെ സത്യമാണ്. സത്യവും കള്ളവും കൂടി എന്താ പറയുക, ഇങ്ങനെ എണ്ണപ്പിണഞ്ഞ് പറയുമ്പോൾ കള്ളത്തെയും കൂടി സത്യമാണെന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിപല ശ്രമമാണ്, ഒരു നിർദിഷ്ട പ്രവൃത്തിയാണ് ഇവർ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു മ്ലേച്ഛമായ ഒരു പ്രവൃത്തി എന്നേ പറയാൻ പറ്റുള്ളൂ. ഗുരുവിരുദ്ധ പ്രവൃത്തി, ഗുരുനിന്ദാപരമായ പ്രവൃത്തി എന്നൊക്കെ വേണം നമ്മളിതിനെ പറയും. അപ്പൊ നമുക്ക് അടുത്തത്, ഈ പരമ്പരയിൽ എക്കാലം ആത്മീയ അനുഭൂതിയുള്ള എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഗുരു ഉണ്ടായിരിക്കും. ഈ ആത്മീയ അനുഭൂതിയുള്ള എന്ന് പറയുമ്പോൾ ഇവന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. മനസ്സിലായി? അതിന്റെ ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത കൊണ്ടാണ്. ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടാവും.
അതാണ് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പ്. അതിൻ്റെ റെക്കോർഡ്സാണ് ഇപ്പോൾ കാണിച്ചത്. മനസ്സിലായില്ലേ? അടുത്ത അതുകൂടാതെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നു മനുഷ്യ രൂപത്തിൽ അല്ലെങ്കിൽ ഗുരുവിന് എന്താണ് പ്രസക്തി? കണ്ടേ, ഇതാണ് ബുദ്ധി കലർത്തൽ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ആശയത്തിലും ഗുരുവിൻ്റെ വാക്കുകളിലും ഗുരുവിൻ്റെ എല്ലാത്തിലും വെള്ളം കലർത്തുക, അല്ലെങ്കിൽ മലിനമസ്തമാക്കുക എന്ന് പറയുന്നു. എന്താണ് മനുഷ്യരൂപത്തിൽ ഗുരുവിന് എന്ത് പ്രസക്തി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു. നമ്മൾ പറയുന്നതിൽ എന്ത് കാര്യം? നമ്മൾക്ക് എന്തറിവുണ്ട്? ഇതിനൊരു ആധികാരികത എവിടെയുള്ളത്? മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ ഗുരുവിന് എന്ത് പ്രസക്തി? അപ്പൊ ഗുരു പറഞ്ഞതൊന്നും ഒന്നുമല്ല. അതിനാണ് ഇത് പറയുന്നത്. ഗുരുക്കന്മാർ കള്ളം പറയുമെന്നൊക്കെ ഇവൻ പറഞ്ഞു വെച്ചത്. ഗുരുക്കന്മാർ മാറ്റി പറയും, കള്ളം പറയും, നമ്മളെ പറ്റിക്കും എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ മടവെട്ടി വെക്കണേ. പല കാര്യങ്ങളും പറയും. അമൃത എന്ന് പറയുന്ന കപട ഗുരുവിനെ രക്ഷിക്കാനുള്ള മടകൾ വെട്ടിവെക്കണേ. ഇവനെ പോലെയുള്ള ഉപജാപക വൃന്ദങ്ങൾ. മനസ്സിലായോ? സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടി ഒരു കുടുംബം കലക്കി സ്വന്തം സ്വാർത്ഥ താല്പര്യം നടപ്പിലാക്കിയ വ്യക്തിയാണിതെന്ന് ഇവരെ വെള്ളം പൂശുന്നത്. മനസ്സിലായോ? അത് അമൃതാചാര്യയുടെ നിർദ്ദേശപ്രകാരം. കാരണം ഞാൻ പറഞ്ഞുതരാം, ഗുരു നടത്തിക്കൊടുത്ത വിവാഹങ്ങളെ ചിഹ്ന ഭിന്നമാക്കുക എന്നുള്ളതാണ് അമൃതാചാര്യയുടെ ടാർഗറ്റ്. കാരണം നല്ല കുട്ടികൾ ജനിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ തകർക്കണമെങ്കിൽ ഇവനും ഈ പറഞ്ഞ ശ്രീകുട്ടിക്കും നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല. നല്ല നല്ല കുട്ടികൾ ജനിച്ച് നല്ല അറിവ്, നല്ല രീതി. ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല ജീവൻ ജനിച്ചു കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും മോശമായി മാറും. മനസ്സിലായി? ഇതൊക്കെ നല്ല കുട്ടികൾക്ക് ജന്മം നൽകാൻ നല്ല ഉതകുന്ന വ്യക്തിത്വങ്ങളായിരുന്നിരിക്കണം. അവരെയൊക്കെയാണെങ്കിൽ ഈ അമൃതാചാര്യനെ ആവശ്യമില്ലാത്ത വെടക്കാക്കി തനിക്കാക്കിയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ സ്വാർത്ഥ താല്പര്യമായി വെടക്കാക്കി തനിക്കാക്കിയിട്ടുണ്ട്. ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഉണ്ടാക്കുന്ന കാര്യത്തോടുകൂടി ഇവരെ അധീനതയിലാക്കും, അതിൽ നിന്ന് രക്ഷിച്ചിട്ട്. മനസ്സിലായി? ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത കുട്ടികളെ മയക്കുമരുന്ന് ഉപയോഗിപ്പിച്ചിട്ട് അവരെ ട്രാപ്പിലാക്കും. ഇവർ കൊടുത്ത് വലിക്കടാന്ന് പറഞ്ഞിട്ട് വലിപ്പിച്ച് വേറെ ആൾക്കാർ മുഖാന്തരമൊക്കെ കൊടുത്തിട്ട് അവനതിന് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ അവരെ പെടുത്തും. മനസ്സിലായോ? ആ കുട്ടികളെ പെടുത്തിയിട്ട് അവരെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറയാൻ, കണ്ട നിങ്ങളുടെ മകൻ ഇന്ന പോലെ കാണിച്ചു, മറ്റൊരാൾ പറഞ്ഞു. അപ്പൊ മാതാപിതാക്കളെ കാലം പിടിക്കും. അപ്പൊ ആ പോലീസ് കേസിൽ നിന്നൊക്കെ രക്ഷിക്കും. അപ്പൊ ഇവരെത്തനാരായി ഹീറോ ആയി. മനസ്സിലായ? വെടക്കാക്കി തനിക്കാക്കോ. അതിന് ഉപയോഗിക്കാൻ ഈ അമൃതാചാര്യക്ക് പറ്റത്തില്ലല്ലോ. ഇവനെ പോലത്തെ ഒരു വൃത്തികെട്ടവനെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഈ ഗുരുരത്നെ പോലത്തെ. അവനത് മദ്യം കൊടുക്കേണ്ടവർക്ക് മദ്യം കൊടുക്കും, മയക്കുമരുന്ന് കൊടുക്കേണ്ടവർക്ക് മയക്കുമരുന്ന് കൊടുക്കും, പെണ്ണ് കൊടുക്കേണ്ടവർക്ക് പെണ്ണ് കൊടുക്കും. മനസ്സിലായി? ഇപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഗുരു ശരീരത്തോട് ഇരുന്നപ്പോ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുവന്ന ആശ്രമത്തെ ഉണ്ടാകും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഫയർ ഡാൻസ്, പിന്നെ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുന്നതെന്ന് പറയാൻ പറ്റും. കുട്ടികൾക്ക് എന്ത് വേണോ അത് അവർ കൊടുക്കും. എന്നിട്ട് അവരുടെ അധീനതയിലാകും. അവസാനം അച്ഛനമ്മമാര് പോലും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലുള്ള കുട്ടികളായി മാറും. മനസ്സിലായി? കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ വേനൽക്കാല അവധി ക്ലാസ്സുകളിലും കാര്യങ്ങളും ക്യാമ്പുകളിലൊക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അച്ഛനമ്മമാർ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞ മോഹലൊക്കെ എടുക്കണ്ട, അനുഭവിച്ച് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ചരിത്രം പഠിക്കുക, പല കുട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വീട്ടിലല്ലേ നമ്മൾ വിചാരിക്കും. ആ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള വഴി നമ്മൾ നോക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 18/6/2016 ഇവർക്കെതിരെ ഒരു പരാതി DGP കൊണ്ട് കൊടുത്തു. ഞാനിവിടെ സെക്യൂരിറ്റി മാനേജറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് 7 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സെക്യൂരിറ്റി മാനേജറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കാരണം ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പിയും ഗുരുരത്നം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? കിട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കിട്ടും. അങ്ങനെ എന്താ പറയുക, ഇവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന കുറേ പോലീസ് ഓഫീസറുണ്ട്. എല്ലാവരും അല്ല, കുറേ നല്ല ആൾക്കാരും ഉണ്ട്, കുറച്ച് മോശം ആൾക്കാരും ഉണ്ട്. അത് രാഷ്ട്രീയത്തിലായാലും കൊള്ളാം, ഭരണ സംവിധാനത്തിലായാലും കൊള്ളാം, ഏത് പാർട്ടിയിലായാലും കൊള്ളാം. ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഒരു വഴി ഇവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? എന്നെ കുടുക്കിയിട്ട് ഇവരെ കൂടെ കൂട്ടാനായിട്ട് ഒരു വഴി നോക്കി. ആദ്യം നിർമ്മലാജിൻ്റെയൊക്കെ എന്നെ വിളിച്ച് സോപ്പിടാനൊക്കെ നോക്കി. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഉറച്ച രീതിയിൽ മുന്നോട്ട് പോകും. ഞാൻ ഗുരുവിൻ്റെ ആശയത്തിനകത്ത് എന്താ പറയുക, എന്നെ കൊണ്ട് പാഠന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു സംഘടന തുടങ്ങി. ആ സംഘടന എന്തിനാ തുടങ്ങിയത്? നിർമ്മലാജിനെ വിളിച്ച് ചോദിച്ചു. വെറുതെ പറഞ്ഞല്ല, റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യും. അല്ല അണ്ണനൊക്കെ നമ്മുടെ കൂടെ നിൽക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു വേണ്ട, തെറ്റിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി? നമ്മൾ ഗുരുവിൻ്റെ ആശയത്തിന് ഗുരുവിൻ്റെ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിവുള്ളത് ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിലൂടെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു വിട്ട് പിന്നെ വന്നതെന്ന് വെച്ചാൽ ഒരു പോക്സോ കേസാണ്. മനസ്സിലായി? പക്ഷെ പോക്സോ കേസ് വരുത്തിയിട്ട് എന്നെ അവിടെ വിളിച്ച് സംസാരിച്ച് ആ പോക്സോ കേസ് ഇവർ ഇല്ലാതെയാക്കും. ഇവർ സ്കൂളിൽ നിന്ന് പോയതല്ലേ പോക്സോ. അമൃതാചാര്യൻ്റെ നിർദ്ദേശപ്രകാരം പോയ പോക്സോയാണ്. ഗുരുരത്നസ്വാമിയുടെയും ഗുരുമിത്ര സ്വാമി ഉണ്ടായി. അവരാണ് ഏറ്റവും വലിയ സൂത്രധാരൻ.
അത് ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല, എന്നാലും ഞാൻ പറയുന്നു. അപ്പം അങ്ങനെ ഒരു പോക്സോ കേസ് ഉണ്ടാക്കിയിട്ട് എന്നെ അവിടെ വെച്ച് സെറ്റിൽ ചെയ്യണം എന്ന് വെച്ചാൽ ഇവരുടെ ഉദ്ദേശം ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്ത ബെഹ്റക്ക് നേരിട്ട് കൊടുത്ത പരാതി പിൻവലിക്കണം. പിൻവലിക്കുമ്പോൾ എന്ത് പറയും ഞാൻ? എനിക്ക് അപ്പം തോന്നിയ ദേഷ്യത്തിൽ ഞാൻ ചെയ്തതാണ് എന്ന് പറയണ്ടേ? അപ്പോൾ എൻ്റെ ക്രെഡിബിലിറ്റി എവിടെ പോവും? എൻ്റെ വിശ്വസ്തത എവിടെ പോവും? മനസ്സിലായോ? അപ്പോൾ അതിന് വലിയൊരു ചെക്കാണ് വെച്ചത്. ഞാൻ ഫേസ് ചെയ്യില്ലെന്നാണ് ഇവർ വിചാരിച്ചത്. പോക്സോ അല്ല എന്ത് കേസും ഞാൻ ഫേസ് ചെയ്യും. മനസ്സിലായോ? ഞാൻ ചെയ്യാത്ത കേസാണെങ്കിൽ ഞാൻ ഫേസ് ചെയ്യും. അവിടെ വീട് താണു കഴിഞ്ഞ് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിട്ടുവീഴ്ച തയ്യാറായില്ല. ഞാനത് ഫേസ് ചെയ്ത് കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൻ്റെ കേസ് രേഖകൾ പരിശോധിച്ചിട്ട് ഡിസ്പോസ് ചെയ്തു. മനസ്സിലായി? ഫോഴ്സ് ചെയ്ത് FIR ഇവർ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് FIR പ്രചരിപ്പിക്കാൻ പറ്റാത്ത രേഖകൾ വരെ പ്രചരിപ്പിച്ചു. അത് ഞാൻ പിന്നീട് പറയാം. ഞാനിപ്പോൾ ഒന്ന് സന്ദർഭവശാൽ സൂചിപ്പിച്ചു തരും. അപ്പം ഞാൻ ആ പോക്സോ കേസ് വെച്ച് എന്നെ ഇവർ വിലപേശിയപ്പോൾ ഞാൻ അതിന് വീണുപോയെങ്കിൽ സകലവിധ സൗഭാഗ്യങ്ങൾ ഇവന്മാർ തരും. എങ്ങനെ? ഭൗതിക നേട്ടങ്ങൾക്ക് പണം തരും, അധികാരം തരും, മറ്റു പലതും തരും. പക്ഷെ എന്നെക്കൊണ്ട് ഞാൻ ഇവരുടെ വിടുവേല ഇതേപോലെ വിടുവേല ഞാൻ ചെയ്യേണ്ടി വരും. എനിക്കതിന് താല്പര്യമില്ല. ഞാൻ വന്നിരിക്കുന്നത് ഗുരുവിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. മനസ്സിലായോ? അതിൻ്റെ ഒരു ബോധം എനിക്കുണ്ട്. ഗുരു ആരാണെന്നും ഗുരു എന്താണെന്നും എൻ്റെ കുടുംബത്തിലായതുകൊണ്ടല്ല, ഗുരുവിനെ ഞാൻ മനസ്സാവരിച്ചാണ്, എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചാണ്. പിന്നെ ഞാൻ ഗുരുവിരുദ്ധ പ്രവർത്തനം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, പിന്നെ നമ്മൾ മരിക്കണേ തുല്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇപ്പോഴും ഇതുപോലെ ചതിക്കുഴികളിൽ ഒരുപാട് ആൾക്കാരെ പെടുത്തുന്നുണ്ട്. പെട്ടിട്ട് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും വയ്യ. ഇതേപോലെ സെറ്റിൽ ചെയ്തിട്ടേ, കാരണം പെണ്ണ് വിഷമായാലും കൊള്ളാം, കളവ് കേസായാലും കൊള്ളാം, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടേ ഓരോരുത്തർ തലയിൽ വെച്ച് കൊടുത്തിട്ട് അവരെ പീഡിപ്പിച്ച് അവരെ ആത്മീയ അടിമകളാക്കി ഇവർ കൂടെ കൂട്ടും. മനസ്സിലായോ? പക്ഷെ അവർക്ക് ഒരിക്കലും പിന്നെ ഈ നീരാളിപ്പെടുത്തുന്നതിൽ മാറാൻ പറ്റില്ല. കാരണം ഇത് വെച്ച് ചൂഷണം ചെയ്യും. മനസ്സിലായോ? അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ വരെ ഉണ്ടാക്കി വെക്കും ഇവർ. മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ ഒരുപാട് രാഷ്ട്രീയക്കാരെയൊക്കെ ഇവിടെ വിളിച്ച് ശാന്തിഗിരിയിൽ സുഖചികിത്സ നടത്തും. എന്നിട്ട് അതൊക്കെ ക്രോസ് മസാജ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരുപാട് പറഞ്ഞാൽ തീരത്തത്ര കാര്യങ്ങൾ ഞാൻ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാൻ പറ്റുന്നതായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അടുത്തോട്ട് കേൾക്കാം. മനുഷ്യരൂപത്തിലല്ലെങ്കിൽ ഇപ്പൊ ഫൗണ്ടർ ഗുരുവിനെ നമുക്കൊരു ദൈവ സമാനമായി ആരാധിക്കാനല്ലേ പറ്റൂ? മനുഷ്യരൂപത്തിലല്ലേ മനുഷ്യനോട് സംസാരിക്കാനും തിരുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുദർശനം. അതായത് ഗുരുദർശനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയായിട്ടിരിക്കുന്ന അവന്റെ സ്ഥൂല സൂക്ഷ്മ കാരണഭാവത്തുള്ള അവന്റെ മനസ്സിനെ സങ്കല്പങ്ങളെ തെറ്റിക്കാതെ അവന് ഗുരുദർശനം വേണമെന്നാണ് പറയുന്നത്. എന്തോന്നാണ് ഈ പറയുന്നത്? ഇത് ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? വെറുതെ വായിത്തൊന്നും വിളിച്ച് പറയണേ. മനസ്സിലായില്ലേ? ഗുരുദർശനം എന്ന് പറഞ്ഞാൽ ഗുരു എന്താ ചെയ്തത്? ഗുരു ചെയ്തത്, ഗുരു സഹകരണ മന്ദിര സമർപ്പണത്തിന് നമ്മൾ ഗുരു ദേഹവിയോഗം ചെയ്യുമ്പോൾ എങ്ങനെ പരമ്പര മുന്നോട്ട് പോകണമെന്നുള്ളത് ഗുരു സിനിമയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഗുരു സിനിമ. മനസ്സിലായില്ലേ? രഘുരാമനെ എങ്ങനെയാണ് അന്ധന്മാരുടെ താഴ്വരയിലേക്ക് വിട്ട് അവിടെ പരിവർത്തനപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ ഒരു മാതൃകയാണ് ഗുരു തന്നത് നമുക്ക്. എന്താണ് തന്നത്? സഹകരണ മന്ദിര സമർപ്പണത്തിന് ഗുരുവിൻ്റെ രത്നങ്ങൾ അലങ്കൃതമായ സ്വർണ്ണപ്പാതുകൾ, സ്വർണ്ണ തൃക്കരം, ഇത് ഗുരു പരമ്പരക്ക് സമ്മാനിച്ചു. അതിൽ പാദ നമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ ഗുരു ഇട്ടണ്ട് നടന്നതല്ല സ്വർണ്ണപ്പാതകം, ഗുരു ഉപയോഗിച്ചതല്ല. ഗുരുവിന്റെ പാദം പതിപ്പിച്ചിട്ട് പരമ്പരക്ക് സമ്മാനിച്ചാണ് എക്കാലത്തും അത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു പോകാനായിട്ട്. അതിന്റെ വില മനസ്സിലാണെങ്കിൽ രാജീവഞ്ചന്റെ ഗുരു സിനിമ കണ്ടാൽ മതി. ഗുരു സിനിമയിൽ രഘുരാമൻ ഒരു വലിയ കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോൾ ആ പാദത്തിൽ നമസ്കരിച്ചിട്ട് പോകാനായിട്ട് അവിടുത്തെ ഒരു ശിഷ്യ ഉപദേശിക്കുകയാണ്. അപ്പൊ ആ പാദ നമസ്കാരം ചെയ്യുമ്പോൾ രഘുരാമൻ പോകുന്നത് അന്ധന്മാരുടെ താഴ്വരയിലേക്കാണ്. സിംബോളിക്കാണ്. മനസ്സിലായില്ലേ? ആരാധന ദോഷം കൊണ്ട് അന്ധമായ സമൂഹത്തെ ഒരു സിംബോളിക് കഥയിൽ ഇതിലൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു താഴ്വരയിലേക്ക്, അന്ധന്മാരുടെ താഴ്വരയെ കൊണ്ടുവന്ന് ഇലാമപ്പഴം, അങ്ങനെ ഒട്ടനവധി ഘടകങ്ങളെ പഠിപ്പിക്കുന്നു. ഒരു ഗുരു, ഒരു ആചാര്യൻ ഭൂമിയിൽ വന്നിട്ട് അനുഭവിക്കുന്ന വിഷമതകൾ, എന്ന് വെച്ചാൽ കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും തമ്മിലുള്ള കാര്യം, ഉൾക്കാഴ്ചയും കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗുരു ദർശനം എന്തിനാണ്. ഗുരു ദർശനം എന്ന് വെച്ചാൽ ഗുരുവിന്റെ പാദം നമസ്കരിച്ചാൽ മതി. നമുക്ക് കിട്ടേണ്ടതെല്ലാം നമ്മളിലൂടെ നമുക്ക് കിട്ടും, വെളിവായി കിട്ടും. നേരെയുദിക്കും മനസ്സ് തന്നെയുള്ള പ്രാർത്ഥന തന്നെയുണ്ട്. മനസ്സിലായി? ഓരോരോ കാര്യങ്ങൾ ഓതിപ്പടിക്കേണ്ട നേരെയുദിക്കും മനസ്സ് തന്നെ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിച്ച് ഗുരുവിന് വേണ്ടി ജീവിക്കുമ്പോൾ
നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും ഗുരു തുറന്നു തരും. പോകണ്ടാത്താണെങ്കിൽ അവിടെ വാതിൽ കൊട്ടി അടക്കും. മനസ്സിലായോ? അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിപ്പിച്ചിട്ട് അനുഭവിക്കേണ്ടാത്തതൊക്കെ അനുഭവിപ്പിക്കാതെ മാറ്റി നിർത്തും. അപ്പൊ അത് പഠിക്കണം നമ്മൾ. മനസ്സിലായി? അല്ലാതെ നമ്മൾ ഗുരുദർശനം എന്ന് പറഞ്ഞ് കണ്ട കപട ഗുരുവിന്റെ കാൽക്ക പോയി വീണാൽ പുണ്യത്തിന് പകരം പാവമായിരിക്കും നമ്മൾ നേരുന്നത്. മനസ്സിലായി? അടുത്തേ, അപ്പൊ ഗുരുവിന്റെ ദർശനത്തിലാണ് അവൻ ചിത്തശുദ്ധി വന്ന് അവൻ പൈശാചികമായ ഇൻഫ്ലുവൻസിലൊന്നും വരാതെ നോക്കുന്നത് ഗുരുദർശനമാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഗുരു സിനിമയിലെ രഘുരാമൻ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ കഥാപാത്രം ചിത്തശുദ്ധി വരുത്തുക. കാരണം പാതകത്തിൽ നമസ്കരിക്കുകയും. മനസ്സിലായി? ഗുരു എന്തോരം കാര്യങ്ങളാണ് സിംബോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഗുരു സിനിമ എന്ന് പറയുന്നതിൽ എന്തോരം കാര്യങ്ങൾ ആശയം ഉണ്ടെന്നറിയാമോ? ഓസ്കാർ അവാർഡ് കിട്ടിയില്ലെങ്കിലും ഭാവിയിലെ ഒരു അസറ്റാണ്. ഓസ്കാറിനായാലും വലിയ അവാർഡുകൾ നേടാൻ പറ്റിയ ഒരു ചിത്രമാണ്. എന്ന് കിട്ടുമെന്നുള്ളതല്ല, എക്കാലത്തും എപ്പോൾ വേണേലും ഒരു അമൂല്യ നിധിയാണ് മലയാള സിനിമയിൽ നിന്ന് ഉത്ഭവിച്ച ഗുരു എന്ന് പറയുന്ന ആ സിനിമ എന്ന പ്രതിഭാസം. അപ്പോൾ ഈ ഗുരു എന്ന് പറയുന്ന മനുഷ്യരൂപത്തിൽ വേണമെന്നുള്ളത് എക്കാലവും നമ്മുടെ സനാതന ധർമ്മത്തിൽ നമ്മൾ എക്കാലവും കേട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യരൂപത്തിലല്ലാതെ ഗുരു ഇല്ല. കേട്ടോ? സനാതന ധർമ്മത്തിലെ കേട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ് ഗുരു എന്ന് പറയുന്ന മനുഷ്യരീരത്തിൽ വേണമെന്നുള്ളത്. മണ്ടത്തരം എന്നല്ലാതെ പറയാം. ശാന്തിഗിരി പരമ്പരയിൽ ഗുരു പറഞ്ഞ കാര്യം പറയേണ്ടതിന് പകരം വേറെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, വളച്ചൊടിക്കണം. മനസ്സിലായി? അടുത്തേ, അപ്പൊ ഇവിടെ എക്കാലവും ആത്മീയ അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എക്കാലവും നവജ്യോതി ശ്രീ അല്ലെങ്കിൽ അവര് പറയുന്ന പോലെയാണെങ്കിൽ ഇവിടെ എക്കാലവും ബ്രഹ്മശ്രീ കരുണാകര ഗുരു മാത്രമാണ് ഗുരു എന്നല്ലേ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ എക്കാലവും ഒരേ ഒരു ഗുരു മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവാണ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ അല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ എക്കാലവും ആധ്യാത്മിക അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും എന്നത് ബ്രഹ്മത്തിൽ നിന്നുള്ള അറിയിപ്പാണ്. കണ്ടില്ലേ? ഒരേ ഒരു ഗുരു എന്ന് പറയേണ്ട കാര്യം എന്താണത്? ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്ന് പറയേണ്ട കാര്യം എന്താണ്? ശാന്തിഗിരി പരമ്പര. ശാന്തിഗിരി പരമ്പര എന്ന് പറയുന്നത് ഗുരു എന്ന് പറഞ്ഞാലും ബ്രഹ്മശ്രീ കരുണാകര ഗുരു മാത്രം. അവിടെ ഗുരു എന്ന് പറഞ്ഞാലും ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്ന് പറഞ്ഞാലും എന്ത് പേരിട്ട് വിളിച്ചാലും ഗുരു ഗുരു മാത്രം. മനസ്സിലായി? അല്ലാതെ അതിനപ്പുറത്ത് വേറൊരു ഗുരു വരൂല്ല, കപട ഗുരുക്കൾ വരൂല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ പോരായിരുന്നു ഗുരുവിന് ഇതേ അടുത്തത് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ശിഷ്യ പരാജിത എന്ന് പറയുന്ന ശിഷ്യഭൂത എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല ഗുരു? അപ്പൊ എല്ലാത്തിനും അവരുടേതായ രീതിയിൽ വളച്ചൊടിക്കുക. അതല്ലേ ചെയ്തത്. അടുത്ത അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ ഗുരു ഉണ്ട്. അപ്പൊ ആ ബൈലോയുടെ കാര്യം പറയുമ്പോഴും ഇവിടെ ഗുരു ഉണ്ട്. ഗുരു പറയുന്ന പോലെ കേൾക്കൂ. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കൂ, അനുസരിക്കൂ. ഗുരുവാണികൾ എത്രയോ ഗുരുവാണികളാണ് ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഗുരു ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചത് വെറുതെ കാണാനോ കേൾക്കാനോ മറ്റുള്ളവർക്ക് കളിക്കാനോ അല്ല, നശിപ്പിക്കാനോ അല്ല. ആ ഗുരുവാണികൾ കേട്ട് പരമ്പര എക്കാലത്തും മുന്നോട്ട് പോകണം. അതിനനുസരിച്ചുള്ള കുട്ടികൾ വരുമ്പോൾ അവരെ പഠിപ്പിച്ച് അവരെ കേൾപ്പിച്ച് ഇതായിരുന്നു ഗുരു, ഗുരുവാണികൾ ഇതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അത് ഈ മന്ദബുദ്ധിക്ക് മനസ്സിലാകണില്ലെങ്കിൽ പിന്നെ എന്ത് പറയാൻ പറ്റും? അടുത്തേ, അപ്പോ അന്നത്തെ കാലത്ത് ഗുരു 4 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 പേരെ മാറ്റിക്കൊണ്ടല്ല ഇരുന്ന വർഷം. ഒരാളെ വ്യക്തമായി ഒരു സമയം വരെ കൊടുത്തു. ഇപ്പൊ ഒരാൾ ചിലരൊക്കെ തെറ്റിക്കുന്നവരെ അവസാനം പറഞ്ഞു വിടുക പോലും ചെയ്തിട്ടുണ്ട്. ഗുരു എന്താ പറഞ്ഞത്? ഗുരു അടുത്ത ഗുരുവിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഗുരു പറഞ്ഞത്. ആ കാര്യങ്ങൾ പരിപാലിക്കേണ്ട ഗുരുവിന് കൂടെ നിന്നപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മദ്യ കേസ് നടത്തിയിട്ട് എന്താ പറഞ്ഞു വിട്ടില്ല? പെണ്ണ് കേസ് ഉണ്ടാക്കിയ ഗുരുരത്നെ എന്തുകൊണ്ട് പറഞ്ഞു വിട്ടില്ല? എന്തെല്ലാം വൃത്തികേടുകളാണ് ഗുരുരത്നം ചെയ്ത് കൂട്ടിയേക്കുന്നത്? എന്തോരം പണം അടിച്ചു മാറ്റിയേക്കുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞു വിടാൻ പറ്റില്ല? കാരണം പറഞ്ഞു വിട്ട അമൃതാജിന്യ എന്ന് പറഞ്ഞവര് വെറും വട്ടപ്പൂച്ചയാണെന്ന് അവൻ തെളിയിക്കും. മനസ്സിലായോ? പറഞ്ഞു വിട്ടു നോക്കും, അവനെ ഇവിടെ നിന്ന് മാറ്റി നോക്കും. അപ്പൊ അറിയാം അമൃതാജിന്യ ആരാണെന്ന്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഗുരുരത്നൻ എന്ന് പറയുന്ന അവനെയും അവന്റെ ചേട്ടനെയും ഈ പ്രസ്ഥാനം നിന്ന് മാറ്റിയാൽ അമൃതാജിന്യം എന്ന് പറയുന്നവര് അഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? കാരണം അങ്ങനെ മാറ്റാൻ പറ്റില്ല. എന്തും പറഞ്ഞ് മാറ്റാൻ പറ്റും. അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും കൂടി ചെയ്തു കൂട്ടിയാണ്. അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഈ പറയുന്ന ഈ ഗുരുരത്നനും അനിൽചേർത്തലയും അമൃതാജിന്യയും സംയുക്തമായി ചെയ്ത് കൂട്ടിയിരിക്കുന്ന ക്രിമിനൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ചെയ്ത് ഓരോരുത്തരും ഇങ്ങനെയാണ് ക്രിമിനലായി മാറുന്നത്. എങ്ങനെയാണ്? ആദ്യം ചെറിയൊരു തെറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ വലുത് ചെയ്യും, പിന്നെ ഭയം മാറും, പിന്നെ തെറ്റുകളുടെ ഒരു കൂമ്പാരമായിട്ട് മാറും. അങ്ങനെയാണ് ഇവർ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഒറ്റയടിക്ക് ചെയ്തേക്കണല്ല.
ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഒന്ന് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഒന്ന് ചെയ്ത് അതിനെയൊക്കെ മാറ്റി. അതാണ് ഈ മയ്യനാട് പോയിട്ട് അടി കൊണ്ടിട്ട് പോലും പരമ്പരക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഇവന്റെ ഈ ക്രിമിനൽ മൈൻഡ് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായെന്നല്ല, അവർ പണം അടിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞത്. അത് മണ്ടന്മാരായ ഞാൻ ഉൾപ്പെടെയുള്ള വിശ്വാസമൂഹം വിശ്വസിച്ചു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ പരമ്പര എന്ന് പറയുന്ന പൊട്ടന്മാരാണെന്ന്. അവർക്കൊരു എന്താ പറയുക, ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അധികാരം കയ്യിലെപ്പിടിയിലായപ്പോൾ ഇനി ആരും ഞങ്ങളെ ചോദ്യം ചെയ്യാനില്ലെന്നുള്ളൊരു ഇത് വന്നപ്പോൾ എന്ത് പറ്റി, അവർ എന്ത് തോന്നിയ വസ്തുവും കാണിക്കാമെന്ന്. അടുത്ത പുതിയൊരു സാഹചര്യത്തിൽ ഈ ഗുരുമാർഗം ഉറയ്ക്കാതെ, കാരണം ഈ ഗുരുവാണ് ഇങ്ങനെ ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ ഗുരുമാർഗത്തിലാണ് ഇത് പോകുന്നത് എന്നുള്ള ഒരു കാര്യം പോലും ഉറയ്ക്കാത്തൊരു സാഹചര്യത്തിൽ ഈ ആൾക്കാരെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? അപ്പോൾ ഗുരുമാർഗം ഉറച്ച് ഗുരുവിന്റെ ശിഷ്യ പരമ്പര പരിണമിച്ച് വരാനുള്ള ഒരു സമയത്തിലേക്കാണ് ഇങ്ങനെ സുദീർഘമായ ഒരു കാലഘട്ടം നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന അപജയങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം പരമ്പരയ്ക്ക് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് ഒരാളുടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ല, പരമ്പരയുടെ കൂട്ടായിട്ടുള്ള ഒരു സംശയ നിവാരണത്തിനും പരിണാമത്തിനും എടുത്ത ഒരു കാലഘട്ടമാണ്. 25 വർഷക്കാലമേ പരിണാമിച്ചു വന്നാണ്. ഈ പറയുന്ന നിർമ്മലാജിൻ്റെയൊക്കെ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് എത്ര വർഷമെന്നറിയാം. എന്നുവെച്ചാൽ ഈ ഉറച്ചൊരു സീറ്റായിട്ട് അതെല്ലാം സുഖലോലുപതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ആ പണം തട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. മനസ്സിലായി? ഈ പറയുന്ന ഗുരുരത്ന അമൃത എന്നൊക്കെ പറയുന്നത് പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക, ഗുരുവിന് പോലും ലിമിറ്റ് ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ശിഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇവരങ്ങനെയല്ല, നീക്കി പോണേ പോടാന്നുള്ള മൈൻഡായിരുന്നു. ഗുരു അങ്ങനെയല്ല, എല്ലാവരെയും നല്ലവനെയും കെട്ടവനെയും എല്ലാം ചേർത്ത് പിടിച്ച് അവന് ബ്രഹ്മജ്ഞാനം കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തണമെന്നുള്ള മൈൻഡായിരുന്നു. ഇവരെങ്ങനെയല്ല, ഞങ്ങൾക്ക് അധികാരം വേണം, ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ, ഗുരുവിന്റെ ആൾക്കാരെ പോടാന്ന് പറഞ്ഞുള്ള ഒരു രീതിയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പറയും 25 വർഷം പരിണമിച്ച് വരാനാണ്. ഇപ്പൊ പടവലങ്ങ പോലെയാണ് വലുതായത്. ഗുരുരത്നന്റെ പേര് എല്ലാ സർക്കാർ പരിപാടിയിലും പോയി വലിഞ്ഞേറിയിരിക്കണമല്ലാതെ പിന്നെ എന്താ പറയുക, അവന്റെ പെണ്ണ് വിഷയവും അവന്റെ കള്ളക്കേസും പിന്നെ മദ്യക്കേസും ഇതൊക്കെ അല്ലാതെ എന്ത് നന്മയാണ് ശാന്തിനെ കുറിച്ചുണ്ടായത്? എന്തോരം ആൾക്കാരെ പറ്റിച്ച കണക്കാണല്ലോ. മനസ്സിലായത്? അതൊക്കെ തിരുത്തേണ്ട മുന്നിൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടി ഉത്തരവാദിത്തമായിട്ട് മാറിയേക്കും ആ ചീത്തപ്പേരുകൾ. എത്ര സ്ഥലത്താണ് പോയപ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് അറിയാമോ? ശാന്തിയിൽ നിന്ന് പറ്റിക്കപ്പെട്ട ചരിത്രങ്ങൾ. നമ്മളെയോ പറ്റിച്ചു, ഗുരുവിന്റെ കുടുംബാംഗങ്ങളെ ചതിച്ചു വഞ്ചിച്ച് മേടിക്കാവുന്ന മേടിച്ചു, ഗുരുവിന്റെ ശിഷ്യ സമൂഹത്തെ പറ്റിച്ച് മേടിക്കാവുന്ന മേടിച്ചു. ഒന്ന് ആലോചിച്ചു. ഇതെല്ലാം പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇവന്മാർക്ക് മദ്യ കച്ചവടം ചെയ്യാനും പെണ്ണ് പിടിക്കാനും ഇവർക്ക് മയക്കുമരുന്ന് അടിക്കാനും എന്തൊക്കെ വൃത്തികേടുണ്ടോ അതെല്ലാം കാണിക്കാൻ വേണ്ടിയാണ് ഇവന്മാർ ഈ പണം ഉപയോഗിച്ചത്. മനസ്സിലായോ? എന്നിട്ട് ഇതിലേക്ക് വന്നിരുന്ന് വെളുപ്പിക്കലാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ ചെയ്തു കൊടുത്തത് ലജ്ജ തോന്നുന്നതെന്ന് ആലോചിക്കണം. ഇത് ഞാൻ എന്താ പറയാ, കൂലിപ്പണി ചെയ്ത് ജീവിച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെയൊക്കെ വെളുപ്പിക്കണായിരുന്നു. മനസ്സിലായില്ലേ? അടുത്തേക്ക് ഇനിയും നമുക്ക് ഈ പറയുന്ന പോലെ ഗുരു ആവശ്യപ്പെട്ടതുപോലുള്ള ഗൃഹസ്ഥാശ്രമികളെയും ബ്രഹ്മചാരികളെയും സന്യാസികന്മാരെയും എല്ലാവരെയും ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് ഈ രീതിയിൽ ഗുരുമാർഗത്തിൽ അധിഷ്ഠിതമായി മെച്ചപ്പെടുത്തിയ ഒരു പുതിയ തലമുറയിലേക്ക് പോകുമ്പോൾ ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ശരിയാണ്. കാരണം എന്താണെന്നറിയോ, അങ്ങനെ ഒരു പുതു തലമുറ വന്ന് അമൃതാജന്യയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഗുരുവിനെ മാത്രം പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് ആ ഗുരുവിന് വേണ്ടി മാത്രം കർമ്മം ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇപ്പം. അവരിലൂടെ ഈ ആശയത്തിന് ഒരു പുത്തൻ ഉണർവ് വരുമെന്നുള്ളത് ശുഭാപ്തി പ്രതീക്ഷയാണ്. അല്ലാതെ അമൃതാജന്യയുടെ കീഴിൽ വരത്തില്ല. മനസ്സിലായില്ലേ? അത് ശ്രീമതി ആന്റിയോ ശ്രീകുട്ടിയോ വ്യാമോഹിക്കേണ്ട. അടുത്തേക്ക് ഗുരുവിന്റെ പ്രാധാന്യം എല്ലാ ബൈലോയ്ക്കും തുല്യമായി കാണാവുന്ന ഈ ആശ്രമോദ്ദേശം എന്ന പുസ്തകത്തിൽ ഗുരു എപ്പോഴും ആ സത്യമാണ്. കാരണം വെച്ചാൽ എല്ലാ മാസികകളിലും അതുണ്ട്. പിന്നെ അത് മാറ്റം വരുത്തിയിട്ടില്ല ഇവർ. അത് മാത്രമാണെന്നോ എനിക്കൊന്നും മാറ്റം വരുത്താത്തല്ല. ബാക്കിയെല്ലാം പ്രാർത്ഥനകളായാലും കൊള്ളാം, സങ്കല്പങ്ങളായാലും കൊള്ളാം. നിങ്ങൾ ഇവിടെ സങ്കല്പങ്ങൾ കേട്ടിട്ടില്ല? ഈ ഗുലാബ് സിന്ദാബ, ഈ ഗുലാബ് സിന്ദാബ. കോടാനുകോടി സൗരയുധങ്ങൾക്ക് അധിപനായ ഗുരുവിന് ഈ ഒരു സൗരയുധത്തിന്റെ എന്താ പറയുക, ഗുരുവിന്റെ ഇച്ഛപ്രകാരം പ്രവർത്തിക്കണമെന്നും പറഞ്ഞ് ലഘൂകരിച്ച് സങ്കല്പിക്കുക. എത്ര വർഷം ഈ സങ്കല്പം തുടങ്ങിയിട്ട്? ഈ സങ്കല്പം തുടങ്ങിയ നാൾ കൊണ്ട് ഗുരുവിന്റെ ആശയത്തിനും പരമ്പരക്കും എന്താ പറയുക, പടവലങ്ങാട് പോലെ താഴേക്കാ പോകുന്നത്. ഗുരുവിന്റെ പ്രസ്ഥാനങ്ങളെ വിറ്റുതൊളിച്ച് ഗുരുവിന്റെ സ്ഥാപനങ്ങളെ എല്ലാം നശിപ്പിച്ച്. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രസ്ഥാനത്തിന് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട്? ഗുരുവിന്റെ കാലത്ത് എല്ലാവർക്കും ഒരു വിശ്വാസം, തമ്മിൽ ഒരു ഭക്തനെ കാണുമ്പോഴുള്ള ഒരു ആത്മാർത്ഥത,
ഒരു കുടുംബാംഗത്തെ കാണും പോലെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, തമ്മി പരദൂഷണം, പാരവെപ്പ്, കുതികാലുവെട്ട്, മനസ്സിലായോ? കാരണം ഈ ഇപ്പോഴുള്ള മോന്താഴം വളഞ്ഞിരിക്കുകയാണ്. ആ മോന്താഴം വളഞ്ഞത് നിവർത്താതെ അല്ലെങ്കിൽ എടുത്ത് കളയാതെ നല്ലൊരു മോന്താഴം വരാതെ ഒരിക്കലും ബാക്കിയുള്ളതും ശരിയാകില്ല. ഈ അമൃതാജിന്റെയും ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബവും ഈ പ്രസ്ഥാനം വിട്ടുപോയി, പ്രസ്ഥാനം ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തർ ശിഷ്യർക്ക് വിട്ടുകൊടുത്ത് അവരിവിടെ നിന്ന് മാറാതെ അല്ലെങ്കിൽ അവരെ മാറ്റപ്പെടാതെ ഒരിക്കലും ശാന്തിഗിരി പരമ്പര ഗുരുവിൻ്റെ ഇച്ഛപ്രകാരം വരില്ല. അതുകൊണ്ട് അവരെ മാറ്റപ്പെടുക തന്നെ വേണം, മനസ്സിലായില്ലേ? എന്നാൽ മാത്രമേ നമ്മൾക്കൊക്കെ നമ്മളെ പോലെയുള്ള യഥാർത്ഥ ഗുരുവിൻ്റെ ഭക്തർക്ക് അവിടെ പോയി നമസ്കരിക്കാനും തൊഴുവാനും പ്രാർത്ഥിക്കാനും പറ്റൂ. എല്ലാ വശത്തും ആഭിചാര കർമ്മങ്ങൾ ചെയ്തു വെക്കുക, എല്ലാ വശത്തും ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഗുരുവിൻ്റെ പരമ്പരയെ നശിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു സംഘത്തിനോടും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? അപ്പോൾ അതാണ് സംഘടനയുടെ അല്ലെങ്കിൽ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഗുരുവിൻ്റെ പ്രസ്ഥാനം ഗുരുവിൻ്റെതായി മാറുക, നമ്മൾ അവിടുത്തെ ഒരു ചെറിയ ഭക്തനും ശിഷ്യനും ആയി ജീവിച്ചു പോകും. അതിൻ്റെ ഒരു കണ്ണിയായി, മനസ്സിലായോ? അല്ലാതെ ഇവർ പറയുമ്പോൾ അധികാരം പിടിക്കുക, സ്വത്ത് പിടിക്കുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ലക്ഷ്യവും ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുമില്ല. പിന്നെ അതുകൂടാതെ ഇതിൽ പ്രവർത്തിക്കുന്ന ഈ അമൃതാജിന്നിയുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കണ്ട് പുറത്തു വന്നിരിക്കുന്നത് ഗുരുവിനോടൊത്തുന്ന ബുദ്ധിമാന്മാരായ ആൾക്കാരും ഗുരുവിനോടൊത്തുള്ള ഗുരുകാരുണ്യമുള്ള ആൾക്കാരുമാണ്. അതിൽ പലരും തമ്മിൽ പല വിയോജിപ്പുകളുണ്ടാവും. അത് ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ല. മന്ദബുദ്ധികളായ കഴുതകളെ പോലെ സ്വഭാവമുള്ള അടിമകളെ പോലെ വെച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഗുരുരത്നസ്വാമിയുടെയും അമൃതാജിന്നിയുടെയും അധീനതയിലുള്ളത്. അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൂടെ നോട്ടം. പക്ഷെ നമ്മളുടെ ഒറ്റ ലക്ഷ്യവും എത്ര ഭിന്നിച്ചു നിന്നാലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഗുരുവിൻ്റെ പ്രസ്ഥാനം ഗുരുവിൻ്റെതായിട്ട് മാറും. അതിനുവേണ്ടി പ്രയത്നിക്കും. പല സംഘടനകളായിട്ട് പ്രവർത്തിക്കും, പല സംഘങ്ങളായിട്ട് പ്രവർത്തിക്കും, പല വ്യക്തികളായിട്ട് പ്രവർത്തിക്കും. ഓരോരുത്തരും അവരവരുടെ റേഞ്ചിൽ പ്രവർത്തിക്കും. അതിന് ഇവർ വിഷമിക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? അത് നമ്മുടെ വ്യക്തിപരമായ കാര്യം. അത് നമ്മൾ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിലാണ് കാര്യം. അല്ലാതെ ഇവിടെ അവരങ്ങനെ വഴക്കിട്ടു ഇവരിങ്ങനെ വഴക്കിട്ടു അതിലൊന്നുമില്ല. കാരണം വെച്ചാൽ ബുദ്ധിമാന്മാരും നല്ല ഗുരുഭക്തരുള്ള ആൾക്കാരാകുമ്പോൾ അവിടെ പ്രശ്നങ്ങളിൽ പെണ്ടാവും. അതേസമയത്ത് ഗുരുരത്നൻ്റെ അമൃതാജിന്റെ അടിമകൾക്ക് അവിടെ ഐക്യത്തോടെ ചിലപ്പോൾ നിൽക്കുമായിരിക്കാം. അവരുടെ ഈഗിത്വത്തിന് വഴങ്ങി, കാരണം പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ഒക്കെ നിൽക്കും, മനസ്സിലായി? അപ്പോൾ ഗുരുവാണികൾ വളച്ചൊടിച്ച് ഇവർ പറഞ്ഞതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഗുരുവാണിയിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായ എല്ലാ കാര്യവും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുവാണി ഷോർട്ടായിട്ട് എന്ന് വെച്ചാൽ ഗുരുവാണിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് പിൻ ചെയ്യണം. ഇതുകൂടി കേൾക്കുക. ഇവർ പറഞ്ഞതുമായിട്ടാണ് അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൂടാതെ കമൻറ്റ് ബോക്സിൽ ഗുരുവാണി 155, 156 പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരോടും സദ്വേഷം. ഞാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കയില്ല, കൊണ്ടുപോയില്ല എന്നുള്ളത് തീർപ്പായി. ഈ സംഘത്തിനൊരു തീർപ്പ് അതുണ്ടാക്കിയ ആൾ ചെയ്യുന്നു. അവൻമെൻ്റ് ഇല്ല. പിന്നെ അതായത് 4 സന്യാസിമാർക്ക് 1 കൊല്ലം ഭരിക്കാം. അത് ഗൃഹസ്ഥാശ്രമിക്കും. ഈ പറഞ്ഞവർക്ക് ഒരു ഇഷ്ടമല്ലെന്ന് കണ്ട ഉടനെ ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത 4 പേരെ തിരഞ്ഞെടുത്തോണം. ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുക 1 കൊല്ലത്തിനകം. 1 കൊല്ലം കൂടുതൽ പാടില്ല. എന്താണെന്നറിയാമോ? അടുത്ത കൊല്ലം ഇവരിരുന്ന ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോകുള്ളൂ. അതന്നെ ഈ സന്യാസ സംഘത്തിന് നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആളെ ആജീവനാന്തം അയാളെ പിരിച്ചുവിടുക. ഒരു ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരവും ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. സംഘത്തിൻ്റെ മറ്റ് ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയില്ല, വരില്ല. തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവർ ഇത് ചതിച്ചളയും. ഇപ്പോൾ ഒരാൾ കാണുകയാണ്, അതിൻ്റെ വ്യക്തമായ കാര്യം പറയുകയാണ്. ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരിയിട്ടു. മനസ്സിലായില്ലേ? ഇന്ന് എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട്? ഈ ഗുരു ശിഷ്യന്മാരെ. അതിൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ വാരിയിട്ട് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു പാത്രം. ഇതിന് മനസ്സിലായില്ല. ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുക, അത് സംഘം എന്നർത്ഥം.
ഇതിനെ ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗൃഹസ്ഥാശ്രമം. മര്യാദയ്ക്ക് നിന്നോണം. ഈ ഭരണ സംവിധാനത്തിനോട് സന്യാസിമാരുണ്ട് വാക്കുകളിൽ ഈ താഴ്ചയുള്ള ആളുകൾ പറയുന്നത് മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങളോട് തീരുമാനിക്കും. അത് അങ്ങനെ പോയാൽ അവർ തെറ്റും. നമുക്കൊരു അറിവിനെന്ത് അറിവിന് അവർ പറയുക ഇന്നതൊക്കെയാണ്. സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമെന്ന് ആരറിയും? അത് തന്നെ അപ്പോഴേ അവർ ഉള്ളവർ തിരഞ്ഞെടുക്കട്ടെ. അതൊന്നും അത് ഒരുപാട് പേര് കാണും. ഇതിന് ഗൃഹസ്ഥാശ്രമികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ മുന്നിൽ വരുന്നവർ. കാഴ്ചയുള്ളവർ, കാര്യം അറിയാവുന്നവരും ഗൃഹസ്ഥാശ്രമികൾ വരും. ഈ നിയമം പിന്നെ എന്നുവരെ ഈ ആശ്രമം പരമ്പരയെ നിലനിൽക്കും, അന്ത്യം വരെയാണ്, മാറ്റമില്ല. ഞാൻ ഇത് സംസാരിക്കുകയാണ്, നിങ്ങളെല്ലാം എഴുതി വെച്ച്